അത് പോരാന്നാ എൻ്റെ അഭിപ്രായം. ഞാൻ ഫുൾ സോഷ്യൽ മീഡിയ അല്ല, 1, 2, 3 എത്ര ഗാഡ്ജറ്റ്സ് ആണ് എൻ്റെ. ഇതുപോലും സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾക്ക് അറിയില്ലേ? ദിസ് ഇസ് എ മെറ്റാ ക്ലാസ്. ഐ ക്യാൻ റെക്കോർഡ് ഫ്രം ദിസ്. ഐ ആം ടേക്കിംഗ് എ പിക്ചർ. അത് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ കത്തി ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ ആരുടെ കുറ്റം? കത്തി വേണ്ടാന്നാണോ വെക്കേണ്ടത്? ദിസ് ഇസ് എ മെറ്റാ ക്ലാസ്. I am recording now video. Got it? എല്ലാ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. എത്ര പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണം. അത് അഡിക്റ്റ് ആവുന്നത് അവർക്ക് കൃത്യമായിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് അരമണിക്കൂർ അവർ എന്ത് മീഡിയ വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് അവരോട് നോട്ട് ഉണ്ടാക്കാൻ പറയാം. നിങ്ങൾ എന്താണ്, എന്ത് കാര്യത്തിനാണ് ഇത് ഉപയോഗിച്ചത്, തീർന്നു കഥ. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടോ? കൺട്രീസും ക്യാപിറ്റൽസും പഠിക്കാൻ എവിടെ നോക്കിയിട്ട് പഠിക്കണം അവർ? ഏറ്റവും എളുപ്പം എവിടെയാണ്? ഗൂഗിളാണ്. അത് മീഡിയ അല്ലേ? നിങ്ങൾ അസൈൻമെന്റ്സ് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഇത്തരം എല്ലാ ദിവസവും അവരെ ഫില്ല് ചെയ്യുന്ന കുറെ അസൈൻമെന്റ്സ് കൊടുക്കുക. നിങ്ങൾ എത്ര പിള്ളേർക്ക് കൊടുക്കും? നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇപ്പൊ USA എന്താ നടക്കുന്നത്, എന്തുകൊണ്ടാണ്, എത്ര പെർസെന്റേജ് ആണ്, 145% എന്തുകൊണ്ടാണ് 115% ആദ്യം കൊടുത്ത്, ഏത് രാജ്യങ്ങൾ എവിടെയൊക്കെ കൊടുത്തു, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരാൻ പറയാം. നിങ്ങളുടെ എക്കണോമിക്സ് ഒരാഴ്ച കൊണ്ട് തീർക്കാം. നിങ്ങളുടെ സിലബസ് പിള്ളേർ പഠിച്ചിട്ട് വരും. സിലബസ് അതുപോലെ കൊടുക്കുക, അവരോട് പഠിക്കാൻ പറയാ, തിരിച്ചു വരിക, ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും, കുഴപ്പമില്ല. എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുമെന്ന് ഞാനും പറയാറില്ല. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് അതുപോലെ പീരിയോഡിക് ടേബിൾ ഫുൾ പഠിച്ചത് ഞാൻ ദോഹയിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അടുത്താണ് ഞാൻ പഠിച്ചത്. കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ ഒറ്റ നഴ്സറി ടൈമിൽ കിട്ടും. നിങ്ങൾ എത്ര പേരത് അറിയാന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. നഴ്സറി ടൈം, LKG കുട്ടികൾ നഴ്സറി ടൈം പഠിക്കട്ടെ. പക്ഷെ എന്താവണം എല്ലാ പീരിയോഡിക് ടേബിളും പഠിപ്പിക്കാം. LKG പിള്ളേർ പഠിക്കും. എന്നിട്ട് 12ാം ക്ലാസ്സുകാർക്ക് നാണക്കേട് വരണം. എനിക്കറിയാം എല്ലാ എലമെന്റ്സിന്റെയും പേര്, നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് അവർക്ക് പറയാൻ ധൈര്യം ഉണ്ടാവും. അങ്ങനെ ഒരു ടീച്ചർ നല്ല ബ്രില്യന്റ് ആണ്, ഒരു ടീച്ചർ വളരെ ക്രിയേറ്റീവ് ആണ്, അത് ആ സ്കൂളിൽ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എവിടെ പഠിക്കാം? മീഡിയ, യൂട്യൂബ്. നിങ്ങൾ അതല്ല കാണുക. നിങ്ങൾ കാണുന്ന പൊളിറ്റിക്സും സിനിമയും എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതാണ് മക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. ജനിക്കുമ്പോഴേ കുട്ടികൾ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? അതിട്ട് കൊടുത്ത് കാണിപ്പിച്ചതാരാ? അമ്മക്ക് വേറെ പണിയുള്ളപ്പോ അവിടെ കണ്ടോളാൻ പറയും. എന്നിട്ട് അവിടെ തറച്ചോളൂ. കുറച്ച് അവർക്ക് ബോധം വരുമ്പോൾ അവരോട് നിങ്ങൾ കാണരുതെന്ന് പറയും. അത് മാറ്റി കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്താൽ മതി. കൗടില്യം എന്ന് പറയുന്ന അർത്ഥശാസ്ത്രം ഫുൾ കാണണമെങ്കിൽ എത്ര ദിവസം വേണം? കുറേ ദിവസം വേണം. കുറേ അസൈൻമെന്റ്സ് കൊടുക്കൂ, കുറേ ഡോക്യുമെന്ററീസ് കാണാൻ പറയൂ. നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദി ടീച്ചർ ആരല്ലോ ഇവിടെ? ഹാഫ് ഹിന്ദിയാണോ ഫുൾ ഹിന്ദിയാണോ? ഹിന്ദി ഡോക്ടർ TPS 10th ക്ലാസ് നോക്ക്. ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്നത് ഡോക്ടർ TPSന്റെ വീട് എന്ന് പറയുന്ന ജ്ഞാൻ എന്നാണ് വീട്ടിന്റെ പേര്. നടുവിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ എന്റെ കുട്ടികളെ 10ാം ക്ലാസ് വരുന്നത് ഞാൻ 22 പേര് എടുത്ത് പഠിപ്പിച്ച് 22 പേർക്കും എല്ലാ വിഷയത്തിലും A+ കിട്ടും. 2 ആഴ്ചത്തെ ക്ലാസ്സേ വേണ്ടു. അതാണ് എന്റെ ഗ്യാരണ്ടി. ഞാൻ പഠിപ്പിക്കാറില്ല. നിങ്ങളുടെ എല്ലാ പോയട്രിയും അസല് ഹിന്ദി പഠിപ്പിക്കുന്ന ആൾക്കാര് പാടി ചൊല്ലി അർത്ഥം പറഞ്ഞിട്ടുള്ള യൂട്യൂബ് അവൈലബിൾ ആണ്. അതിട്ട് കൊടുത്തിട്ട് പഠിച്ചോളാൻ പറയും. എനിക്ക് അത്ര അസലായിട്ട് ചൊല്ലാൻ പറയുന്നില്ല. അവർക്ക് അസലായിട്ട് അറിയും. അവർ പഠിക്കും നന്നായിട്ട്. യൂസ് ഓൾ ദ മീഡിയാസ്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താൽ, നിങ്ങൾ അവരെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ, നിങ്ങൾ അസൈൻമെന്റ്സ് കൊടുത്താൽ ക്ലാസ്സിൽ ചെയ്യണമെന്നല്ല പറയുന്നത്. യു ആസ്ക് ദം. ഇതൊക്കെ ചെയ്തിട്ട് നാളെ അത് വന്ന് പഠിപ്പിക്കണം, അത് പറയണം നിങ്ങളുടെ അടുത്ത്. അങ്ങനെ കുറെ അസൈൻമെന്റ്സ് കൊടുത്താൽ അതിന് മീഡിയ ഉപയോഗിക്കുക. ആ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല കാര്യത്തിനാണ്. എന്തായാലും അത് ഉപയോഗിക്കും. ആണോ അല്ലയോ? നിങ്ങൾക്ക് നിർത്താൻ പറ്റുമൊന്നുമില്ല. എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നോ അത്രത്തോളം പ്രശ്നം ഉണ്ടാവും. അത് വീട്ടിൽ അടിപിടിയാവും. എനിക്ക് കിട്ടും, ഞാൻ സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, എത്രയോ കോളുകൾ വരുന്നറിയോ? ആ കോളിലൊക്കെ വരുന്നൊരു ചോദ്യമാണ് മീഡിയ അഡിക്ഷൻ. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, ദേ ഷുഡ് യൂസ് മീഡിയാസ്. എന്തൊക്കെ പറ്റും അതൊക്കെ ഉപയോഗിക്കണം. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം? നല്ല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാം, അവരുടെ ഇൻട്രസ്റ്റ് മാറ്റാം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഗിവ് ദം അസൈൻമെന്റ്സ്.
ടീച്ചേഴ്സ് അസൈൻമെന്റ്സ് കൊടുത്താലും പോരാ. അപ്പൊ ഞാനിപ്പോ ഒരു അസൈൻമെന്റ്സ് കൊടുത്തു, ഞാൻ പ്രൊഫസറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ്സ് കൊടുക്കും. ഒട്ടനെ എല്ലാവരും ചോദിക്കുന്നത് എന്താണ്, എപ്പോഴാണ് ലാസ്റ്റ്? എന്നോട് അറിയോ? നോ ലാസ്റ്റ് ഡേറ്റ്. ഈ സമയം മുതൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം തുടങ്ങി. ആദ്യത്തെ 10% സബ്മിറ്റ് ചെയ്താൽ ക്ലോസ്ഡ്. പിന്നെ ഒരാളെയും ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് വായിക്കൂല. അണ്ടർസ്റ്റുഡ്? ആ 10% ഞാൻ തീരുമാനിച്ചു എല്ലാവർക്കും എബൌ 90% കൊടുക്കും. അതിൽ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടോ മാറുമ്പോൾ 91, 92, 93 കിട്ടും. തീർന്നു. രണ്ടാമത് കൊടുക്കുന്ന അസൈൻമെന്റ്സിൽ യു ക്യാൻ റീസബ്മിറ്റ്. ആദ്യം ചെയ്തവർക്ക് പിന്നെയും കൊടുക്കും. പക്ഷേ ഇത് ആദ്യം എന്നതിനേക്കാളും ടഫ് ആവും. മാത്സിനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാം, നിങ്ങൾ നോക്കണം. KLH, KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, KLH. കോവിഡ് കാലത്ത് ഞാൻ മാത്സ് പ്രൊഫസറായിട്ട് പഠിപ്പിച്ചത്. 10ാം ക്ലാസ്സിലെ മാത്സ് ഉണ്ടാവുള്ളൂ അതിനകത്ത്. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ ബോർഡില്ല, പവർ പോയിന്റ് ഇല്ല, ബ്ലാ 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 മാത്രം കുട്ടികൾ ഇരുന്ന് എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ പാഠം എടുത്തിട്ട് എനിക്ക് അയച്ചാൽ അസൈൻമെന്റ്സിന് മാർക്ക് കൊടുക്കും. എഴുതാൻ അറിഞ്ഞാൽ മക്കൾ പഠിക്കാൻ അറിഞ്ഞു. ഞാൻ പറയുന്ന മാത്സ് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഇതിന്റെയൊക്കെ ഉത്തരം ഗൂഗിളിൽ നോക്കി അവർ കണ്ടുപിടിക്കും. അപ്പൊ ഞാൻ 5 ചോദ്യം കൊടുക്കും. എല്ലാ ക്ലാസ് കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ്. 5 ചോദ്യം ഗൂഗിളിൽ നിന്ന് അതുപോലെ കോപ്പി ചെയ്തിട്ട് 5 ചോദ്യം ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഏതാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അവർ തപ്പാൻ നോക്കും കുറെ സമയം പോകും. അപ്പൊ ആദ്യം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. തപ്പാതെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നവരോ നല്ല ബ്രില്യന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലായി തപ്പിയിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യുന്നതോ 5 ഇവാലുവേറ്റ് ചെയ്യില്ല, 5 ചെയ്യുള്ളൂ. 10 കൊടുക്കുന്ന അവരുടെ സമയം കളയാൻ വേണ്ടിട്ട് തന്നെ. അങ്ങനെയൊക്കെ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ പിള്ളേരെ തീരുമാനിക്കും ഇനി പോലും ഞാൻ എന്ത് നോക്കില്ല, ഗൂഗിളിൽ പോയിട്ട് കാര്യമില്ല, ഈ ഭാഷെടുത്ത് ഞാൻ തന്നെ ചെയ്യണം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരെ, അതുകൊണ്ട് അവർ നിർത്താൻ പറ്റുമൊന്നുമില്ല. കാരണം വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ്. അത് നിർത്തിയിട്ട് കാര്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആള് ഗൂഗിളിലൂടെ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ രാവിലെ വെറുതെ ഇരിക്കുമ്പോൾ ചോദിച്ചു ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആളുടെ വീട് എവിടെയാണ്, ഏതാ ഏറ്റവും റിച്ചസ്റ്റ് ഹൗസ് ഇൻ ദ വേൾഡ്? എക്കണോമിക്സേ. ഞാൻ മൻമോഹൻ സിംഗിന്റെ കൂടെ വർക്ക് ചെയ്തത്. ഐ വാസ് വിത്ത് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിയുടെ കൈപിടിച്ചാണെന്നാണ്. ഓക്കെ, ഞങ്ങൾ കൂടെ ഡിന്നറൊക്കെ ഉണ്ടാവും. എല്ലാ മാസവും ഡിന്നറിലാണ് മൻമോഹൻ സിംഗിന്റെ കൂടെ. ഐ വാസ് ഇൻ റോയിലായിരുന്നു. അപ്പൊ മൻമോഹൻ സിംഗിന്റെ കൂടെയാണ്. എക്കണോമിക്സും സ്ട്രാറ്റജിയും നല്ല വായനക്കാരനാണ്. മൻമോഹൻ സിംഗിന്റെ ലൈബ്രറി ആയിരുന്ന ആളെ ഞാൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ഹൈദരാബാദിൽ എന്റെ ലൈബ്രറിയിലാക്കിയിട്ടുണ്ട്. അയാൾക്ക് ബുക്ക് കൊടുത്ത് ഒപ്പിടിപ്പിച്ചിട്ടുള്ള രജിസ്റ്ററിൽ ഒപ്പിടിപ്പിച്ചിട്ടുള്ള ജനാർദ്ദൻ റാവു എന്റെ ലൈബ്രറിയിലായിരുന്നു പിൽക്കാലത്ത്. നല്ലപോലെ വായിക്കണം. വായനയാണ് അത്യാവശ്യം. നിനക്ക് വീട്ടിൽ ഞാൻ വരാം, ധൈര്യമുള്ള ഒരാൾ പറ, എത്ര കിലോ ബുക്ക് ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ലൈബ്രറിയിൽ? അരിയും മണ്ണെണ്ണയും ഇല്ലേ? എത്ര കിലോ ബുക്ക് ഉണ്ട്? എത്ര ഉണ്ട്? കുറെ. ഇതുവരെ തുറന്നിട്ടുള്ള എത്ര ഉണ്ടെന്ന്? പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എത്ര? ഏത് ബുക്ക്? ഏതാ സബ്ജക്ട്? മലയാളം. ഏറ്റവും നല്ല കവിയുടെ പേര് പറ. പേരറിയാത്തൊരു ഇംഗ്ലീഷ് വരെ പറഞ്ഞു കൊടുക്ക്. Behold her single in the field, yon solitary lass. അടിച്ചു മാറ്റിയിട്ടാണ് അത് എഴുതിയത്. പിന്നെന്താണ്? ചരമഗീതം. എന്റെ ഭഗവാനെ, ഇത്രയും ദുർഘടമായ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നല്ല സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. അതുകൊണ്ട് നെഗറ്റീവ് മാത്രം കാണുന്നവരല്ല നല്ല കവികൾ. പഴയ കവിയുടെ പേര് പറ. ഈ പുതിയ കവികളുടെയൊക്കെ കുഴപ്പം എന്താ വെച്ചാൽ അവർ കാണുന്നതൊക്കെ എന്തായിരിക്കും? ഇന്നലെ കണ്ടു ഞാൻ നല്ല നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. വാൻവിയുടെ ഒക്കെ നല്ല കവിതകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും കുറെ മാറി. ആദ്യമൊക്കെ നല്ല കവിതകളായിരുന്നു. സിനിമയിലൊക്കെ ആദ്യം അസലായിട്ടൊക്കെ ഉണ്ട്. MT വാസുദേവൻ നായരുടെ ഒക്കെ എന്തു നല്ല സിനിമകളും കവിതകളും ഒക്കെയാണ് ആദ്യത്തെ സിനിമകൾ. നിർമ്മാല്യം കണ്ടിട്ടുണ്ടോ? എന്ത് നല്ല സിനിമയാണ് അല്ലേ? അത് കഴിഞ്ഞപ്പോ മാറി കുറെ. പഴയ കവിയെ പറ. ഇഷ്ടമല്ല ആരും? ചങ്ങമ്പുഴയുടെ ഏതാ കവിത? രമണന്റെ പിന്നെ പശ്ചാത്തലം എന്താണ്? ഏത് നാട്ടിലെ ആളെ കുറിച്ച് അത് എഴുതിയത്? ശരിക്കും വായിക്കാം. അടുത്ത കാലത്ത് രമണനെ കുറിച്ച് എൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെ പറ, വേഗം പറ. മലയാളം. ആശാനൊന്നും ഇഷ്ടമല്ല.
ഞാനൊക്കെ പഠിച്ചപ്പോഴാ തുടങ്ങിയത് ആശാന്റെ ഏറ്റവും നല്ല ബുക്ക് ഏതായിരുന്നു? അതെവിടെ വെച്ചാ എഴുതിയത്? ആലുവ ആശ്രമത്തിൽ വെച്ചാ എഴുതിയത്, അറിയോ? 100ാം വാർഷികം അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ, ഞാനാണ് പോപ്പ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നടത്തുന്നത് ഞാനാണ് ഡൽഹിയിൽ. 100ാം വാർഷികം സർവമത സമ്മേളനം പോപ്പ് നടത്തിയതിനു ശേഷം ഡിസംബറിൽ അവസാനം നടത്തിയത് ഡൽഹിയിൽ ഞാനാണ്. അടുത്തത് വരുന്നത് UK പിന്നെ വരുന്നത് ചെന്നൈയിലാണ്. ഇതിന്റെയൊക്കെ ചെയർമാനാണ്. അപ്പൊ നല്ലപോലെ വായിക്കുക, നല്ലപോലെ പഠിക്കുക, പിള്ളേരെ പഠിപ്പിക്കുക. എല്ലാവരുടെ കയ്യിലും നിങ്ങളുടെ വെപ്പൺ എന്ന് പറയുന്നത് പുസ്തകമാണ്. അത് കുറേ ഉണ്ടാവണം. ഓക്കെ, ഗുഡ്, വണ്ടർഫുൾ. ഡോക്ടർ TPS മലയാളം കവിതകൾ നിന്ന് കേൾക്കാം. ഓക്കെ, എനിക്ക് അത്ര കവിത ഒന്നും എഴുതാറില്ല, പക്ഷെ നല്ല കവിത ചൊല്ലുന്ന, നല്ലോണം തണ്ണി അടിച്ച് നല്ല പൂസായാൽ മാത്രം ചൊല്ലുന്ന ഒരാളെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഡൽഹി. എന്തിനാ അറിയോ? മലയാളം കവിത കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് കള്ളു പറിച്ചു കൊടുത്ത ആളാണ്. എന്നിട്ട് അയാൾ ചൊല്ലുന്ന പണ്ട് കാലത്ത് സച്ചിദാനന്ദന്റെ ഒക്കെ സൗണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ കൊടുത്ത ആളാണ് അയാൾ. അസലായിട്ട് പാടും. ഇല്ല, കടമനിട്ടായിട്ടൊന്നും ഇഷ്ടമല്ല. ശാന്തി കുളി കഴിഞ്ഞിറൻ ഇല്ല നമുക്കായൊരു സന്ധ്യരാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു കുലിപ്പിച്ചെടുക്കണം. രാമേന്ദ്രൻ നായർ ഇഷ്ടമല്ല. കേട്ടിട്ടില്ലേ? രാമേന്ദ്രൻ നായർ നിങ്ങളുടെ നാട്ടുകാരുണ്ട് ഈ ഭാഗത്തല്ല. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയില്ലെന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയുമെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങൾ അന്യോന്യം നോക്കി ഒരേ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ലെന്ന് ഇയാൾക്കറിയാമായിരുന്നു. ഇയാൾക്ക് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ലെന്ന് ഇയാൾക്കറിയാമെന്ന് എനിക്കറിയാമായിരുന്നു. കേട്ടില്ലേ? ഞാനൊക്കെ ഭ്രാന്തനായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ശിഷ്യനും മകനുമാണ്. എന്നെ പഠിപ്പിച്ച മാഷ് കേശവ പട്ടേരി എന്ന് പറയുന്നത് അസല് മാഷാണ്. അപ്പൊ അദ്ദേഹത്തെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നല്ലോണം മുറുക്കി തൊപ്പിട്ടൊക്കെയാ വരിക. തൊപ്പിട്ട് വരുമ്പോൾ മുമ്പിലിരുന്നാൽ നല്ലപോലെ റെഡ് അടിക്കും. ആരും ഇരിക്കാറില്ല, പക്ഷെ ഞാൻ മുമ്പ് തന്നെ ഇരിക്കും. എന്താ അറിയും? കവിത കേൾക്കാനുള്ള താല്പര്യമുണ്ട്. എന്നിട്ട് ഇന്നലെ എവിടെയാ നിർത്തിയതെന്നാ ചോദിക്കുക ആദ്യം. ഇതൊന്നും ഉറക്കുണ്ടാവില്ല, ബുക്ക് കൊണ്ടില്ല. എവിടെയാ നിർത്തിയത് അവിടെ നിന്ന് ചൊല്ലും മാഷ. അങ്ങനെയാ. അപ്പൊ എനിക്കൊരു വാശി, ഇതുപോലെ ഞാനും ചൊല്ലണം. എന്നിട്ട് അന്ന് ഫുൾ ബൈഹാർട്ട് പഠിച്ചു ബുക്ക്. അപ്പൊ ഓരോ ദിവസവും ചോദിക്കുമ്പോൾ ആദ്യം പറയണം. അങ്ങനെയാണ്. അങ്ങനെ മലയാളം പഠിച്ചോളാം. എല്ലാ പോലെ പഠിക്കണം, എല്ലാ പോലെ വായിക്കണം. ഇപ്പോഴും എഴുതാൻ പറ്റും. പിന്നെ ബുക്ക് പഠിക്കണം, വായിക്കണം. അതാണ്. എന്നിട്ട് കുട്ടികളോട് കുറെ കഥകളൊക്കെ പറയണം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കുറെ നിങ്ങൾക്ക് യു ക്യാൻ ഡു ഇറ്റ് ഓൺ ഇന്റർനെറ്റ്. സോ യൂസ് ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഫാസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോറടിച്ചോ? മതിയായോ? നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? ഒന്ന് കണ്ണടച്ചിരുന്നാട്ടെ. ഈ പറഞ്ഞത് കൊണ്ടൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ചെലവഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ചൊന്ന് കണ്ണു തുറന്നിട്ട് ഒരു സെന്റൻസ് എഴുതിയാട്ടെ. ഫാസ്റ്റ് കണ്ണു തുറന്നു എന്നിട്ട് ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് എങ്കിലും എഴുതും. മാറ്റർ ഓഫ് ഫാക്ട് ഒന്നുണ്ട്, മറ്റൊന്നുണ്ട്. ഒന്ന് മാറ്റർ ഓഫ് ഫാക്ട്, രണ്ടാമത് എന്താ എഴുതാൻ പറ്റുക? സാധാരണ എഴുതാനുള്ള കഴിവുണ്ടെന്ന് പറയാം. എന്താ എഴുതുക? യുവർ അസസ്മെന്റ്, യുവർ അപ്രീസിയേഷൻ. നമുക്കില്ലാത്ത അപ്രീസിയേഷനാണ് കേരളത്തിൽ. അത്യാവശ്യമായിട്ട് ആ സ്വഭാവം അടുത്ത ജനറേഷനിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന അപ്രീസിയേഷൻ പറയാനുള്ള കഴിവില്ലായ്മയാണ്. കേരളത്തിൽ മിക്കവാർക്കും ആൾക്കാർക്ക് ജോലി കിട്ടാത്തതിന് കാരണമാണ് they don't know how to appreciate. ഓക്കെ, ഗുഡ് ഇനഫ്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, എന്ത് ചോദിക്കാൻ പറ്റും ഇങ്ങനോട്? ടോട്ടലി യൂസ്ലെസ് ആണ്. ചോദിക്കാൻ അടുത്തിരിക്കുന്ന ആളോട് എന്തെങ്കിലും ഇയാളോട് ചോദിക്കാൻ പറ്റും? നിങ്ങളോടും ചോദിക്കുമല്ലോ അയാളപ്പോ, അല്ലേ? ഡിസൈഡ്, ലാസ്റ്റ് ചാൻസ്. ജന്മത്തിലൂടെ വരില്ലേ, പേടിക്കണ്ട. നിങ്ങൾ ആരെയും കാണാൻ പോണില്ല. ലാസ്റ്റ് ചാൻസ്.
യാ സ്റ്റോപ്പ്. ആസ്ക് മീ വൺ ക്വസ്റ്റ്യൻ. നിങ്ങളും അല്ല, അടുത്തിരിക്കുന്ന ആളുടെ. Come on fast. വേഗം. നമുക്കറിയില്ല, നിങ്ങളുടെ കാര്യം. എന്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് 1,00,000 കോണ്ടാക്ട് ഉണ്ട് ഇതിനകത്ത്. ഇന്ന് വന്ന കോഴിക്കോടുകാരിയോട് ഞാൻ അവിടെ തന്നെ പറഞ്ഞു, ഇന്ന ദിവസമാണ് നമ്മൾ സംസാരിച്ചത്, ഇന്ന വിഷയമാണ്, നിങ്ങൾക്ക് സ്പോണ്ടിലൈറ്റിസ് ആണുള്ളത്, ഇന്നതാണ് അസുഖം, നിങ്ങൾ ഇന്ന ദിവസമാണ് എന്നോട് ഇന്നെടുത്താണ് പോയത്. 24 നവംബർ 21 തീയതിയാണ്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലിട്ട്. അവരറിഞ്ഞിട്ടേ ഇല്ല, അവരുടെ പേരും ഒന്നുമില്ല, വിലാസമൊന്നുമില്ല. കാരണം കൗൺസിലിങ്ങിന് വരുമ്പോൾ അവർ സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ, അവരുടെ വാക്കുകളൊന്നും വരില്ല. ഞാൻ കൊടുക്കുന്ന ഉത്തരം മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഞാനത് എഡിറ്റ് ചെയ്യും. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പൊ 1 മണിക്കൂറുള്ളത് എഡിറ്റ് ചെയ്യാൻ ഞാൻ 4 മണിക്കൂറൊക്കെ ഉപയോഗിക്കും. അവരുടെ വാക്ക് എന്നൊക്കെ പറയുന്നൊക്കെ കട്ടിയാണ് ഞാൻ. അങ്ങനെ ഇടാണ്. അതേ സമയത്ത് ഞാൻ ടി വിയിൽ സിനിമ കാണും. ഞാൻ ഒരു സിനിമയെങ്കിലും കാണാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല. ഇറങ്ങിയ സിനിമ അന്ന് തന്നെ പോയി കാണുന്ന കുറേ സിനിമകൾ നമ്മൾ ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നെക്കാളും കൂടുതൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളാണ്. ഓഫീസിൽ വർക്ക് ചെയ്യും, ആരോടെങ്കിലും സംസാരിക്കും, ഒരു ഭാഗത്ത് മ്യൂസിക് കേൾക്കും, മറ്റേ ഭാഗത്ത് തിന്നാനുള്ള തിന്നും. നിങ്ങൾ തിന്നുമ്പോൾ തിന്നും മാത്രം, വേറൊരു പണി ചെയ്യും. പക്ഷേ ഞാൻ കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ കുക്കറിൽ ഇത്ര സമയമാണ് അത് വേണ്ടതെന്ന്. ആ 5 മിനിറ്റ് ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് വരും. ഞാൻ ഒരു പ്രോസസ്സ് കൊടുത്താൽ അത് തീരാൻ ഇത്ര സമയം വേണമെന്നറിയാം. ആ സമയത്ത് എനിക്ക് മറ്റെന്തെങ്കിലും എഡിറ്റ് ചെയ്ത് അതിനിടാവുന്ന ടൈറ്റിലൊക്കെ ഞാൻ വേറെ ഉണ്ടാക്കിക്കോളും, മോഡലിംഗ് ചെയ്യും. ആ സമയത്ത് ഞാൻ ബുക്ക് എഴുതും. അല്ലെങ്കിൽ ഇത്രയൊക്കെ ബുക്ക് എഴുതാൻ പറ്റും. ഇത് ഇത്രയല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ, 10 റൈറ്റ്. ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിനെ ആലോചിക്കേണ്ട സമയമൊന്നും വേണ്ടതോ. അതിങ്ങനെ വരികയല്ലേ ചെയ്യും. കലാം എഴുതും നിങ്ങളൊക്കെ. കലാം നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ കലാമിന്, അല്ലേ? യെസ് ഓർ നോ? കലാം എഴുതും. ലൈഫ്, റിതം ഓഫ് ലൈഫ്, കുറേ ടോപ്പിക് വന്നിട്ട് ആൻസർ ചെയ്തത്. ഇതിൽ കുറെ കവിതകൾ ഞാൻ ഇവിടെ എഴുതി, ഈ ഹാളിൽ ഇരുന്നിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു പറയും? കെറസിൻ ലാമ്പ് എന്നാണ് കവിതയുടെ പേര്. അത് എഴുതാൻ കാരണം വിഷ്ണുനാരായണൻ നമ്പൂരിയുടെ കൊച്ചുമകൾ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റുഡന്റാണ്. ഞാൻ ഏത് വിഷയം തന്നാലും എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു കവിത എഴുതാൻ പറ്റും പറയും. ഒരുവിധം കുഴപ്പമില്ലാത്ത. അപ്പോൾ ഒരു കെറസിൻ ലാമ്പ് എഴുതാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഒന്ന് കവിത എഴുതും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മാത്രമേ ചെയ്യുള്ളൂ. അല്ല, 2 മണിക്കൂർ വേറെ ആലോചിക്കും. 2 ലൈൻ വരും, 3 ലൈൻ വരും, അത് മാറ്റും. അപ്പൊ നല്ല വൊക്കാബുലറി നമുക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. വൊക്കാബുലറി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ശബ്ദധാരാവലിയൊക്കെ നോക്കിയിട്ട് കവിത ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. കുറെ സമയം പോകും. അപ്പൊ മാത്തമാറ്റിക്സ് ചെയ്യാൻ എനിക്ക് അധികം സമയം വേണ്ട. എന്താ കാരണം? അറിയുന്നോണ്ടല്ല, എല്ലാവർക്കും മാത്സ് അറിയും, പക്ഷെ ട്രിക്സ് അറിയില്ല. എത്ര 72 - 27? ഇവിടെ മാത്സ് ടീച്ചർ LKG-ക്ക് പറയണം 72 - 27. 3ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ 72 - 27 എത്രയാ? 7ഉം 2ഉം തിരിച്ചിട്ടിട്ടാണ് ഞാൻ ചോദിച്ചത്, ആണോ അല്ലയോ? 7 - 2 5. 5 × 9 45 ആണ് ആൻസർ. അപ്പൊ നമ്മള് ട്രിക്സ് അറിഞ്ഞാൽ മാത്തമാറ്റിക്സ് ബിക്കം സോ സിമ്പിൾ. ട്രിക്സ് അറിയില്ലെങ്കിലോ യു വിൽ ഹാവ് ടു യൂസ് മോർ ടൈം. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചോറ് വെക്കുന്ന സമയത്ത് അരി ഇടുന്നതിന് മുമ്പ്, കുക്കറിൽ വെക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ ഞാൻ കുതിർത്തിടും. മനസ്സിലാവുന്നുണ്ടോ? 4 മടങ്ങ് ഫ്യൂവൽ ലാഭിക്കാം. കുതിർത്തിട്ട് കഴിഞ്ഞാൽ ഒരു ചൂളം വയ്ക്കുമ്പോഴത്തേക്കും പുഴുക്കലരി ആണെങ്കിൽ പോലും, ഞാൻ കഞ്ഞി കുടിക്കുന്നതാണ് സാധാരണ. അപ്പൊ കഞ്ഞിയാണ് കുറെ വെള്ളം ഒഴിക്കുക, കുറെ സമയം വാഷ് ചെയ്ത് അവിടെ വെക്കുക. വാഷ് ചെയ്യാൻ എളുപ്പമാണ്. കുതിർത്തിട്ട് കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ എളുപ്പമാണ്. കുതിർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 10 പ്രാവശ്യം വെള്ളം ഇട്ടിട്ട് അനക്കണമെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം കൊണ്ട് ക്ലീൻ ആവും. എല്ലാ പണിയും ചെയ്യുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എത്രത്തോളം, നിങ്ങൾ മിക്കവാറും സമയങ്ങളിൽ നിന്ന് തപ്പിയിട്ടായിരിക്കും കുറെ സാധനം, അല്ലേ? ഞാൻ തപ്പേണ്ട ആവശ്യം വരില്ല. കൃത്യമായിട്ട് എനിക്കറിയാം എന്റെ ബാഗിൽ ഓരോ സ്ഥലത്ത് എന്താ ഉള്ളത്. ഒരാളുടെ സമയം, ഇപ്പം അരവിന്ദ വിദ്യാമന്ദിരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം, ആർക്കൊക്കെ എന്റെ കോണ്ടാക്ട്, പടെടുത്ത് ഉടനെ ഞാൻ അയച്ചു കൊടുത്തില്ലേ? ഇല്ലേ? എങ്ങനെയാ 10 കൊല്ലം മുമ്പുള്ള നമ്പർ എന്റെ കയ്യിൽ സേവ് ചെയ്ത് നിൽക്കുന്നത്? എത്ര ഫോൺ മാറ്റിയിട്ടുണ്ടാവും? 10-15 ഫോൺ മാറ്റിയിട്ടുള്ളത് കഴിഞ്ഞിട്ട്. എല്ലാ വർഷവും 1-2 പ്രാവശ്യം ഫോൺ മാറ്റുന്ന ആളാണ്. ലേറ്റസ്റ്റ് ഐഫോണാണ്. എത്രയോ പ്രാവശ്യം മാറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്പറുകൾ പോകുന്നു. ആ നമ്പറുകളാണ് നമ്മുടെ കയ്യിലുള്ളൊരു വലിയൊരു
അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും എല്ലാവരുടെയും കോൺടാക്ട് ഉണ്ടാവും 1,00,000. അവർക്കൊക്കെ വരുന്ന മെസ്സേജ്, ഒരു മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ യു വിൽ നോ ഹൗ ഐ എം ഡൂയിങ് ഇറ്റ്. ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചോ. 950 നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ് അയക്കാം അല്ലെ? സ്റ്റോർ ചെയ്താലേ വാട്സപ്പ് അയക്കാൻ പറ്റും. അല്ലാണ്ട് അയക്കോ? എന്നാ അയക്കും വേഗം. നിങ്ങൾ എത്ര ഫാസ്റ്റ് ആണെന്ന് നോക്കണ്ടേ. 950203875 950203875. അയച്ചോ? നിങ്ങൾക്ക് മറുപടി വന്നില്ലേ? ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അയച്ച അപ്പോൾ നിങ്ങൾക്ക് മറുപടി വരും. കാരണം എന്താ, ഞാൻ സമയം കളയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് മൈ ജോബ്. ഐ ഹാവ് പ്രോഗ്രാംഡ് ഇറ്റ്. ഇനി നിങ്ങൾ അയച്ചത് എന്താണ്? ഹായ് സർ എന്നാണ് അയച്ചത്. രണ്ടും എനിക്ക് ഇഷ്ടമല്ലാത്ത വാക്കാണ്. കാരണം ഐ ആം നോട്ട് സർ, ഐ ആം ഡോക്ടർ TPS. ഹായ് സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് അറിയില്ല. അപ്പൊ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് അയക്കാൻ. വേണം വേണ്ടിയോ? ഇനി അത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യാൻ സമയം എടുത്തോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ കോഡ് ചെയ്ത് വെച്ചു. നമസ്തേ അടിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? I have got a coded word. A5 stands for your introduction please. I don't have your numbers too. അപ്പൊ ഞാൻ 1000 പേർക്ക് മെസ്സേജ് അയക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലായി? അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ ക്ലിപ്പ് ചെയ്യും, കംപ്ലീറ്റ് ഓഡിയോ. എത്ര ഓഡിയോ മെസ്സേജ് വരുന്ന അറിയും? എല്ലാ പ്രാരബ്ധവും നമുക്ക് എഴുതിയേക്കും. ഞാൻ ബഹറിലാണ്, എന്റെ ഭാര്യ ഇപ്പം ദോഷത്തിലാണ്, പ്രശ്നത്തിലാണ്, ഞാൻ എന്താ ചെയ്യാ, എനിക്ക് മനസമാധാനം തരുന്നില്ല, എല്ലാ സൈക്കോളജിക്കൽ പ്രോബ്ലം വരും. എന്നിട്ട് അവർക്ക് സമയം കൊടുത്തിട്ട് 15-ാം തീയതിക്ക് ശേഷം എന്നെ വിളിച്ചാൽ മതി, ഇത്ര സമയം വരെ, ആ 1 മണിക്കൂറിൽ അയാൾക്കുള്ള കൗൺസിലിംഗ് ചെയ്യണം. എത്രയോ പേരുണ്ടെങ്കിൽ. സോ ഐ ഗെറ്റ് 100 മെസ്സേജസ്, 100 പ്രോബ്ലംസ്. ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. എന്നിട്ടും ഇതുവരെ ഒരാളോട് ഞാൻ സമയമില്ലാന്ന് പറഞ്ഞിട്ടില്ല. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആണോ? ഇവിടെ 3 ദിവസത്തെ ക്ലാസ് വേണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ 21, 22 ആലപ്പുഴ. ആ 3 ദിവസം നിർവഹിക്കണ്ടല്ലോ, അത് ആർക്കെങ്കിലും ഉപയോഗിക്കുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഈ 3 ദിവസം ഞാനിവിടെ കുടുംബസംഗമം എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. മനസ്സിലാവുണ്ടോ? സോ എവറി മൊമെന്റ് ഈസ് യൂട്ടിലൈസ്ഡ്. നിങ്ങൾ രാത്രി 12 മണി 1 മണിക്കൊക്കെ അയച്ചു നോക്ക്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. കാരണം എന്താ, ഇന്ന് ഞാൻ ചെയ്യാത്തത് നാളത്തേക്ക് തിരിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെക്കാളും നാളെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ അങ്ങനെയല്ല, ഇന്നത്തെക്കാളും തിരക്ക് കൂടുതലാണ് നാളെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും തോന്നുമ്പോൾ ഇന്നത്തെ പണി എന്ത് ചെയ്യും? നാളെ ഉറങ്ങി എഴുന്നേൽക്കുന്നില്ല, ഉറപ്പൊന്നുമില്ലല്ലോ. ഉണ്ടോ? കൃഷ്ണരാമ ഗോവിന്ദ ധും എന്ന് പോയാലോ? എപ്പോ റെഡിയാ? ആ സമയം വരെ ചെയ്യാനുള്ളത് തീർക്കാം. ഡോണ്ട് എവർ പോസ്റ്റ്പോൺ എനി ജോബ്. അതാണ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ചെയ്യാനുള്ള പണി അന്നന്ന് ചെയ്യാം. ഏറ്റവും നല്ല മാർഗം ഇന്നത്തെ പണി ഇന്ന് തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം ഒരാളോട് സംസാരിക്കണം തോന്നിയാൽ ഇന്ന് തന്നെ സംസാരിക്കണം. അന്ന് തന്നെ ചോദിക്കും മനോജോട്, ഏതെങ്കിലും ഒരു മെസ്സേജിന് ഇമ്മീഡിയറ്റ് മെസ്സേജ് കിട്ടാണ്ടുണ്ടോ? ഒട്ടനെ അയക്കും മറുപടി. ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് വളരെ സ്വാഭാവികമാണ്. അതിനൊക്കെ മറുപടി ഇല്ല. വേഗം അടുത്ത ക്വസ്റ്റ്യൻ. വേഗം, സമയം കളയല്ലേ. ഇത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. കാരണം ഈ സൈലന്റ് വരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്യണേ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. കാരണം ആ സൈലൻസ് വെറുതെ ഇരിക്കുമ്പോ ഈ ചോദിക്കുന്നതൊക്കെ അവർ കേൾക്കുമല്ലോ. ആർക്കും ബോറടിക്കും കേൾക്കുന്ന ആൾക്കും. ഇത്രയും കാലം മോണിറ്റൈസ് ചെയ്തില്ല, ഇപ്പൊ മോണിറ്റൈസ് ചെയ്തു. കാരണം വെച്ചാല് യൂട്യൂബ് വിൽ നോട്ട് പുഷ് ദ വീഡിയോ അൺലെസ് യു മോണിറ്റൈസ്. അതുകൊണ്ട് ഇപ്പോ തുടങ്ങി മോണിറ്റൈസേഷൻ. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വരെ, കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാനിട്ട എല്ലാ വീഡിയോയും മോണിറ്റൈസ് ചെയ്യാണ്ടായി. പക്ഷെ എന്നോട് പലരും പറഞ്ഞു ചെയ്യാണ്ടിരുന്ന നിങ്ങളുടെ ആരും കേൾക്കില്ല. കാരണം കോഡ് വേർഡ് വരുമ്പം യൂട്യൂബ് തന്നെ കാണിക്കില്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. വേഗം, കമോൺ ഫാസ്റ്റ്. ഒന്നുമില്ല. നിങ്ങൾക്കിങ്ങനെ ക്ലാസ് ഒന്നും ഉണ്ടാവാറില്ല.
ഉണ്ടോ? എങ്ങനെ പളപളാന്ന് പറഞ്ഞിട്ട് പോകും, ഒരു റെസ്പോൺസും ഒന്നുമില്ല. ആസ്ക് ഈച്ച് വൺ ഓഫ് യു, ആസ്ക് വൺ ക്വസ്റ്റ്യൻ. അങ്ങനെയൊക്കെ ആയാലും പറ്റുള്ളൂ. വേറെ നിങ്ങൾ അങ്ങനെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ആസ്ക്. നോട്ട് സാർ, ഡോക്ടർ TPS. ഡോക്ടർ TPS. ഞാൻ മാഡം എന്ന് വിളിക്കാൻ പോലും ഞങ്ങൾ. ഈ ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ഈ പോർഷൻ തീർക്കണം, എക്സാം ഓറിയന്റഡ് ആയിട്ട് മാർക്ക് സ്കോർ ബോർഡിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 30 points to students, 20 points to parents and teachers. ഡോക്ടർ TPS ന്റെ ബ്ലോഗാണ്. പിള്ളേർക്ക് 100% മാർക്ക് മേടിച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ ഗ്യാരണ്ടി. ഞാൻ പഠിപ്പിച്ച എന്റെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ ഒരു ഗ്യാരണ്ടി കെമിസ്ട്രി ടീച്ചറൊക്കെ ഉണ്ട്. സെൻട്രൽ സ്കൂളിലൊക്കെയാണ് ട്രാൻസ്ഫർ ആയിട്ട് അവർ ഇവിടെയൊക്കെ പോകും. ഏറ്റവും പൊട്ട കുട്ടികളേക്ക് ഗ്യാരണ്ടി ആയിട്ട് അവൾ ചെയ്തിട്ടുള്ളത് എന്റെ കുട്ടികളൊക്കെ എപ്പോഴും 75%-ലധികം മാർക്ക് മേടിക്കും. നിങ്ങൾ ആര് വേണമെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ടഫായിട്ടുള്ള എക്സാം കിട്ടുള്ളൂ. ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആരിട്ടാലും എന്റെ കുട്ടികൾക്ക് അത്രയും കിട്ടും. എന്താ ചെയ്യാ? കമ്മിറ്റഡ് ആണ്. സിലബസ് തീർക്കലല്ല നമ്മുടെ ലക്ഷ്യം, മാർക്ക് മേടിക്കലല്ല നമ്മുടെ ലക്ഷ്യം, അവരെ പഠിപ്പിക്കലാണ്. നല്ലോണം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. അപ്പൊ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കല്ല വേണ്ടത്. ആസ്ക് യുവർ ചിൽഡ്രൻ. ഞാൻ പറഞ്ഞു ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡയലോഗുകൾ കുട്ടികളോട് അതിരുന്ന് വായിക്കാൻ പറയാം. ഞാനൊക്കെ കമ്പൈൻഡ് ക്ലാസ്സുകളാണ്. അപ്പൊ മിക്കവാറും ഞാൻ ചെയ്യാറുള്ളത് കേബിൾ അപ്പൊ ഞാൻ അവരോട് ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ കമ്പൈൻഡ് ആയിട്ടിരിക്കുക. ആദ്യം ഏറ്റവും ബെസ്റ്റ് 5 വളണ്ടിയേഴ്സിനെ വിളിക്കും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചറാണ്, നല്ല വളണ്ടിയേഴ്സ് വരണം എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരും? ഏറ്റവും നല്ല എത്ര കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ? 36. 6 ഗ്രൂപ്പ്, 6 പേരടങ്ങുന്നത്. ഓക്കെ, 6 വളണ്ടിയേഴ്സ് വരാൻ പറയും. ആ 6 വളണ്ടിയേഴ്സ് വന്നു കഴിഞ്ഞാൽ യു കോൾ ദ പീപ്പിൾ. അവരാരെ വിളിക്കും? 6 പേരെ വിളിക്കാൻ പറ്റില്ല. ആദ്യം ഒരാളെ വിളിക്കുക, അടുത്ത ഒരാളെ വിളിക്കുക, അടുത്ത ഒരാളെ വിളിക്കുക. അപ്പൊ അവർ വിളിക്കുന്നത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ആളായിരിക്കും. ലാസ്റ്റ് ആരാണോ വരുന്നത് അവരാണ് ക്ലാസ്സിൽ ഏറ്റവും തള്ളെന്ന് എനിക്ക് അളക്കാൻ പറ്റും. ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒറ്റ എക്സർസൈസ് ചെയ്താൽ ഏറ്റവും മോശം സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അപ്പൊ എന്റെ അടുത്ത് രജിസ്റ്റർ ആവും. ഫൈൻ. അവരെ ഓരോരാളും ലാസ്റ്റ് വിളിക്കണമല്ലോ. അപ്പൊ അവസാനത്തെ 6 പിള്ളേരും ഇവർ വിളിക്കണ്ടേ? അപ്പൊ എല്ലാ ഗ്രൂപ്പിലും ആരുണ്ട്? ഏറ്റവും മോശം സ്റ്റുഡന്റും ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ആ ഗ്രൂപ്പ് ഇരുന്നിട്ട് ഒരു ചാപ്റ്റർ ഫുൾ പഠിക്കുക, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം. എല്ലാവരും എഴുതണം. എന്നിട്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് അത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് ഞാൻ തീർത്ത് കാണിച്ചു തരാം. ഹാഫ് ഡേ കിട്ടിയാൽ മതി. 3 മണിക്കൂർ കിട്ടിയാൽ ഒരു ചാപ്റ്റർ തീർന്നു. ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാറ്. അങ്ങനെ പല സ്കൂൾസിലും പോയിട്ട് അവരുടെ സിലബസ് കംപ്ലീറ്റ് ഒരാഴ്ച കൊണ്ട് ഓരോ ചാപ്റ്റർ വെച്ച് തീർത്ത് കാണിച്ചു കൊടുക്കും ഞാൻ. എന്നിട്ട് പറയും നിങ്ങൾക്ക് ആകെ എത്ര ഉണ്ടാവും? 10 ചാപ്റ്ററിലേ ഉള്ളൂ, 10 ആഴ്ച കൊണ്ട് തീരും. 54 ആഴ്ചയുണ്ട് ഒരു കൊല്ലം. അതായത് 40 ആഴ്ചകൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് സിലബസ് തീർക്കാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ പളപള പറയുന്നുണ്ടെന്നേ ഉള്ളൂ, അവരിതൊന്നും കേൾക്കുന്നില്ല. ഇത് ചെയ്താലോ? മനസ്സിലായോ? ആ ആൻസർ എഴുതിയിട്ട് അവര് ആൻസർ വിട്ട് പോയി എഴുതിയിട്ട് നോക്കി എഴുതിക്കോട്ടെ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല മാർജിനൊക്കെ വെച്ച് എക്സാമിന് എഴുതുന്നത് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ട് സ്റ്റുഡൻസിന് കൊടുക്കുക. അപ്പൊ ഏറ്റവും മോശം സ്റ്റുഡന്റ് ഏറ്റവും നല്ല സ്റ്റുഡന്റിന്റെ ആൻസർ ഷീറ്റ് വായിക്കും. അങ്ങനെ 10 ആൻസർ ഷീറ്റ് വായിച്ചാൽ അവനും ഇങ്ങനെയൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടുന്നു മനസ്സിലാവും. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണ്ട, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണ്ട, നിങ്ങൾ കറക്റ്റ് ചെയ്യണ്ട. ഇതൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ 6-7 ക്ലാസ് കഴിഞ്ഞാൽ ടീച്ചറല്ല പണിയെടുക്കേണ്ടത്, കുട്ടികളാണ്. സിലബസ് തീർക്കുന്നത് ഒരു വിഷയമല്ല. ഗിവ് മീ യുവർ ചിൽഡ്രൻ, ഐ വിൽ ഷോ യു ഡിഷ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ ഗോവയിൽ പോയി ഒരാഴ്ച, അത് കഴിഞ്ഞ് ചിന്മയ സ്കൂൾ ബോംബെ. യു ക്യാൻ സി എവറിഥിങ് ഈസ് റെക്കോർഡഡ്. കംപ്ലീറ്റ് ബോട്ടണി ടെക്നിക്കൽ ടേംസ് ഒക്കെ 2 ദിവസം കൊണ്ട് പഠിപ്പിക്കും. ഈ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ലെങ്കിൽ അവർക്ക് അണ്ടർലൈൻ ചെയ്ത്, അതുപോലെ ആൻസർ എഴുതുമ്പോൾ പലപ്പോഴും എഴുതുന്ന ഈ എക്കണോമിക്സും ഹിസ്റ്ററി ഒക്കെ എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് പോലും ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് തുടങ്ങി അങ്ങേയറ്റത്തേക്ക് ഭംഗി ഉണ്ടാവില്ല കാണാൻ. നല്ല ഭംഗിയിൽ എഴുതാനും ആൻസർ എഴുതാനും ഒക്കെ പഠിപ്പിക്കണം, കറക്ഷനോട് കൂടി. ഇത് നന്നാക്കാന്നല്ലോ പിള്ളേരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് 5 ടീച്ചേഴ്സ് ഉണ്ടായാൽ മതി ഒരു സ്കൂളിൽ. സ്കൂൾ വിൽ ബിക്കം വണ്ടർഫുൾ. നല്ല കുറച്ച് ടീംസ് ഉണ്ടാവും. ഐ വിൽ ഷോ യു ദ ഡിഫറൻസ്. ഇത്ര എളുപ്പമാണ്. സിലബസ് തീർക്കുന്ന ഒരു പ്രശ്നമല്ല. മാത്സും അല്ല, ഫിസിക്സും അല്ല, കെമിസ്ട്രി അല്ല, പിള്ളേരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്.
ഏറ്റവും മോശം കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. തോറ്റ് പാളീസായിട്ട് ഇനി ജയിക്കില്ല എന്ന് പറഞ്ഞു വിട്ടില്ല. 10 ദിവസം കൊണ്ട് മാത്സ് ഒക്കെ തോറ്റിട്ട് +1 +2 തോറ്റിട്ട് ഞാൻ മാത്സ് വിടുകയാണ്, ഇനി വേറെ ഏതെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എഴുതാം വരാൻ പറയും. 10 ദിവസം കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്നത് എനിക്ക് എന്താവണം, എനിക്ക് മാത്സ് പ്രൊഫസറാണ് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞ് പോയിട്ടുള്ള പിള്ളേരുണ്ട്. ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കണം. അതാണ് നമ്മുടെ പണി. എവറി ടീച്ചർ ഹാസ് ടു ബി എ മാർക്കറ്റിംഗ് പേഴ്സൺ ഓഫ് യുവർ സബ്ജക്ട്സ് ആണ്. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് നിങ്ങളെ സബ്ജക്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ? ഇവിടെ സുബോധ് ഞാൻ ചോദിച്ചോട്, ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കേണ്ടത് പിള്ളേർക്ക്. കാരണം ഇതുപോലെയല്ല, അവിടെ 150 ബ്രൈറ്റസ്റ്റ് ഓഫ് ദ ബ്രൈറ്റസ്റ്റ് പിള്ളേരാണ് എന്റെ മുമ്പിൽ ആലപ്പുഴയിൽ ഉണ്ടാവും. ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ. അതിന്റെ ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. എന്തായാലും അവിടെ പോകണം. പിന്നെ നാട്ടിൽ വരുമ്പോൾ കുറച്ച് ഗുണമുള്ള എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം, നിങ്ങൾക്കില്ലെങ്കിലും. സുബോധി ചോദിച്ചു ഞാൻ എന്താ എടുക്കേണ്ടത്. ഞങ്ങൾ വി ഹാവ് എ ലോങ് ഡിസ്കഷൻ. അതാണ് ഏറ്റവും വലിയ കുട്ടി. ഞാൻ എന്തിനാണ് വരുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് അടുത്ത കാലത്ത് ഒരു മാത്സ് ടീച്ചർ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ടീച്ചറോട് ചോദിച്ചു നിങ്ങളുടെ സബ്ജക്ട് എങ്ങനെയാ മാർക്കറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു കൊടുത്ത വാക്കാണ് ഇത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും. സുബോധ് എന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്. അപ്പൊ സുബോധ് ഇന്റർവ്യൂ ചോദിച്ചു നിങ്ങളുടെ സബ്ജക്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ തന്നെ ഇത് കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ടാക്കിയതാ. ഇത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അന്ന് എന്നെ നിർബന്ധിച്ചെടുപ്പിച്ചതാ. അങ്ങനെ ഒരു ടീച്ചർ പഠിപ്പിച്ച ഒരു പിള്ളേരെ എങ്ങനെയാണ് അണ്ടർസ്റ്റുഡ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന് ഇഷ്ടമാണ്, പരീക്ഷയ്ക്ക് ഇതാണ് വരിക, അതുകൊണ്ട് ഇത് പഠിക്കണം. അതാണ് ടീച്ചർമാരുടെ പണി. ദാറ്റ്സ് നോട്ട് യുവർ ജോബ്. നിങ്ങളിൽ എത്ര പേര് മെസ്സേജ് ടു ദ ടീച്ചേഴ്സ്, മെസ്സേജ് ടു ദ സ്റ്റുഡൻസ് ഒക്കെ പറയുന്ന ആ ബുക്കിന്റെ ഭാഗം വായിച്ചിട്ടൊന്ന് ആലോചിച്ചു. ഓരോ അക്കാഡമിക് ഇയറും തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും ചെയ്യേണ്ടത് ആ വിഷയം നിങ്ങൾ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ബാക്കി എല്ലാ ടീച്ചേഴ്സിനെയും ബോധ്യപ്പെടുത്തണം. അതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തുക. എന്തിനാ ബോധ്യപ്പെടുത്തുന്നത്? 8ാം ക്ലാസ്സിലെ മാത്സ് ടീച്ചർ അറിയണം 7ാം ക്ലാസ്സിലെ മാത്സ് ഇന്നതുകൊണ്ടാണ് പഠിക്കുന്നത്, അതിന്റെ ബാക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 9ാം ക്ലാസ്സിലെ ടീച്ചർ അറിയണം 8ാം ക്ലാസ്സിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതിന്റെ ബാക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആ ഒരു കണ്ടിന്യൂഷൻ കുട്ടികൾ ഇന്ന് ടീച്ചേഴ്സിൽ ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് നടത്തേണ്ടത്. അങ്ങനെ സബ്ജക്ട് ഓറിയന്റഡ് ട്രെയിനിങ് ഉണ്ടാവണമെങ്കിൽ ടീച്ചേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഞാനൊക്കെ കുവൈത്തിലൊക്കെ പോയിട്ട് 18 ദിവസം ക്ലാസ് എടുത്ത് 18 സ്കൂൾസിലാണ്. ആ 18 സ്കൂൾസിൽ ഞാൻ പോകേണ്ടത് ഹോളിഡേസ് ആണ്. കാരണം എല്ലാ ടീച്ചേഴ്സും എന്റെ സ്റ്റുഡൻസ് ആണ്. അന്ന് സ്കൂൾ നടത്താൻ പറ്റും. കം ആൻഡ് സിറ്റ്. അടുത്ത ദിവസം അടുത്ത സ്കൂളാണ്, പിന്നെ അടുത്ത സ്കൂള്. അങ്ങനെ കുവൈത്തിൽ ആദ്യമായിട്ട് കുറെ സ്കൂൾസിൽ പിന്നെ ഹോളിഡേസ് കൊടുത്തത് ഞാനാണ്. അങ്ങനെ എളുപ്പം നടക്കില്ല, ഗവൺമെന്റ് റൂളൊക്കെയാണ് അവിടെ. പ്രിൻസിപ്പാൾസ് കോൺഫറൻസ് ചെന്നൈയിൽ 160ഓളം പ്രിൻസിപ്പൽമാര്. അപ്പൊ എല്ലാ പ്രിൻസിപ്പൽമാരും എന്നെ കേട്ടു. അങ്ങനെയാണ് ഓരോ രാജ്യത്തും നമ്മൾ പോകുന്നത്. ദേ ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് മണി. കാരണം നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്. നിങ്ങൾ അടുത്ത 10 കൊല്ലം 20 കൊല്ലം പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികളിലേക്ക് ഉണ്ടാക്കണം. നിങ്ങളൊക്കെ ഓർക്കണം, എന്റെയൊക്കെ മക്കള് PhD ഒക്കെ എടുത്ത് അമേരിക്കയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും അവർ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സിനെ കാണാൻ പോകും. ഞാൻ പഠിച്ച സ്കൂളിലെ എന്റെ മാഷ് അനന്തം മാഷ് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും മോനെ നിന്റെ ശബ്ദം കേൾക്കാനായി ഇപ്പൊ എപ്പോഴാ വരാൻ പോണ നാട്ടിലേക്ക്. ആലോചിച്ചൊക്കെ എന്നെ പഠിപ്പിച്ച മാഷാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത്? എന്നെ BScക്ക് പഠിപ്പിച്ച ടീച്ചർ ഇപ്പോഴും ഉണ്ട്. മെസ്സേജുകൾ നിങ്ങൾ വായിക്കണം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്കറിയാം, അവരെ കുറിച്ച് പറയുന്നത് അറിയാം. ഞാൻ ദുബായിൽ പോയിട്ട് ക്ലാസ് എടുത്ത സമയത്ത് അനന്തം മാഷിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞതുപോലെ. ഇന്റർവെൽ ആകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് എന്റെ മുത്തശ്ശനാ. ആ കുട്ടിയുടെ ഒരു അഭിമാനം എന്ന് ആലോചിച്ച് നോക്കണം. ആണോ അല്ലയോ? ഞാൻ സ്റ്റേജിൽ കേട്ടിട്ട് പറഞ്ഞു എന്റെ മാഷിന്റെ കൊച്ചുമകളാണിത്. അത് മാഷോട് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെ ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞ് കൊച്ചിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അയാളുടെ മകന്റെ മകൾ എന്നെ കാണാൻ വന്നു ക്ലാസ് എടുക്കാൻ. അപ്പൊ ഇങ്ങനെ ബന്ധം പുലർത്തുന്നത് നിങ്ങൾ എത്ര പിള്ളേർ നിങ്ങൾ ഓർക്കും? KG മുതൽ ഞാൻ പറയുന്നത്. എന്റെ കുട്ടി KG പഠിക്കുന്ന സമയത്ത്, എന്റെ മകൻ പഠിക്കുന്ന സമയത്ത് ഞാൻ KG ടീച്ചറുടെ വീട്ടിൽ പോവായിരുന്നു. കാരണം അവൻ സാറ്റർഡേ ആകുമ്പോൾ സൺഡേ ആകുമ്പോൾ പറയും ഇന്ന് മിസ്സിങ്, ഐ എം മിസ്സിങ് മൈ ടീച്ചർ. ഇമാജിൻ നിങ്ങൾ എത്ര പിള്ളേർ പറയും അങ്ങനെ നിങ്ങളെ കുറിച്ച്. അത് നിങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഉഷാ റാവു എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിപ്പിച്ച ആ ടീച്ചറാണ് എന്റെ മകന്റെയൊക്കെ ഇംഗ്ലീഷ് കേമാക്കിയത്. ഞാനോ എന്റെ മക്കൾ പഠിച്ച സ്കൂളിൽ സാറ്റർഡേ ആണ് എനിക്ക് ഹോളിഡേ. 12 മണിക്ക് KG വിടും. ഞാൻ ആ പയ്യനെയും കൊണ്ട് അവിടെ ഇരിക്കും. 1:30 മൂത്താളെ വിടുള്ളൂ. KG കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ ഞാൻ പല ക്ലാസ്സുകളിലും ടീച്ചേഴ്സിനും സ്റ്റാഫിന്റെ ഒക്കെ കൂടെ ഉണ്ടാവും. സ്കൂളുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള ബന്ധം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. അവിടെ അന്ന് ജിയോഗ്രഫി പഠിപ്പിക്കും. എന്റെ പണി മാപ്പിംഗ് ആണ്. സാറ്റലൈറ്റ് എന്ന് മാപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു ചോദ്യമില്ല. സാറ്റലൈറ്റ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചോദ്യം ചോദിക്കണ്ടേ? നിർബന്ധിച്ച് ചോദിച്ച ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ല.
ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജിയോഗ്രഫി ടീച്ചേഴ്സിനെ പഠിപ്പിച്ച ആളും ഞാൻ. സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. കാരണം ജിയോഗ്രഫി പഠിക്കണമെങ്കിൽ മാത്സ് വേണം. ഈ JNGU എന്ന് പറഞ്ഞ സർവകലാശാലയെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ എല്ലാ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെയും എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഞാനാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല എഞ്ചിനീയറിംഗിൽ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനെയും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കണം പഠിപ്പിക്കണം, നിർബന്ധമായിട്ടും വേണം. Come on. ഏകം ചോദിക്കേണ്ട മക്കളെ. അല്ല, ഇത് ചോദിക്കുന്ന പോലും ഇല്ലല്ലോ, വാ തുറക്കില്ലല്ലോ. പിന്നെ എന്താ ചെയ്യാം? എളുപ്പമാണ്. ഏത് ഭാഷ പഠിക്കാൻ എന്ത് എളുപ്പമാണ്? നിങ്ങൾക്ക് ഏത് ഭാഷ പഠിക്കേണ്ടതാണ്? തെലുങ്ക് പഠിക്കണം. നിങ്ങൾ തെലുങ്ക് നാട്ടിൽ പോയാൽ തെലുങ്കിൽ സംസാരിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന 3 വാക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. 3 വാക്കേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും ആ 3 വാക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാം. പഠിച്ചിട്ട് അതറിയോ ലിംഗ്വിസ്റ്റിക്സ് ടീച്ചർമാർക്ക്? ഇവിടെ പറയൂ, ഉറക്കേ, അവിടെ, എവിടെ, എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യും. മനസ്സിലായോ? എവിടെ ക്യാൻറ്റീൻ അത്യാവശ്യം വേണ്ടാതാണോ? അപ്പൊ എന്ത് പറയും നിങ്ങള്? അവിടെ. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാലോ, തീർന്നില്ലേ? തമിഴ് എങ്ങനെ ചോദിക്കാം? ഇങ്ങേ, അങ്ങേ, എങ്കെ, ഇക്കടെ, അക്കടെ, എക്കടെ. ഇല്ലി, ഇല്ലി, അല്ലി, എല്ലി. ഇതെടുത്തോ നോക്കൂ. ഭാഷ പഠിക്കാനോ എളുപ്പം. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത്, ഏറ്റവും കൂടുതൽ ഞാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ജോലി കളഞ്ഞ് നേരെ റിട്ടയർമെന്റ് കഴിഞ്ഞ സമയത്ത് ആദ്യം വന്നത് പാലക്കാട്. PNC മേനോൻ കേട്ടിട്ടുണ്ടോ? വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഹു റൺസ് ഇൻഫോസിസിലെ എല്ലാ ബിൽഡിങ്ങും അദ്ദേഹമാണ് പണിതു കഴിഞ്ഞാൽ ബില്ല് കൊടുത്താൽ മതി, കൊട്ടേഷൻ വേണ്ട. അയാൾ കൊടുക്കുന്നതാണ് കാശ്. അത്രയും നല്ല ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു വില്ലേജാണ് കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത്. അവിടെയാണ് ഞാൻ ഒരു സമ്മർ ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേക്കാളും കുറച്ചും കൂടി പ്രായം കൂടിയ ആളാണ്, ഭാഗ്യവശാൽ അങ്ങേക്കാളും റിച്ചാണ്. ഓക്കെ, കുറച്ച് സമയം പറ്റുകയാണെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഇന്ന ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, എനിക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹമുണ്ട്. എഡ്യൂക്കേഷൻ സംബന്ധമാണെങ്കിൽ ഞാൻ വരാൻ പണിയൊന്നുമില്ലാതെ നടക്കാൻ ഇപ്പം. അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്. 13 മണിക്കൂറാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. തിരക്കുള്ള മനുഷ്യനാണ്, ഓരോ മിനിറ്റും കാശ് വെച്ചിട്ട് കളിക്കുന്ന ആളാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചപ്പോൾ 8 മണിക്ക് പോകാന്നാണ് വിചാരിച്ചത്. അപ്പോൾ 8:15 PA വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ 8:15 അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ഇറ്റ് ഓർ പോസ്റ്റ്പോൺ ഇറ്റ് 11 o'clock. അപ്പോൾ അവർ പറയുന്നുണ്ട് 11 o'clock വേറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ആസ്ക് ദം ആഫ്റ്റർ എ വീക്ക്. അത്രയും ബിസി ആയിട്ടുള്ള മനുഷ്യനാണ്. 13 മണിക്കൂർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അവരുടെ വില്ലേജിലെ ഏറ്റവും നല്ല സ്കൂളിൽ LKG മുതൽ 12ാം ക്ലാസ് വരെ നടത്തുന്ന ആഗ്രഹമുണ്ട്. 4ാം ക്ലാസ് വരെ എത്തിയിട്ടുള്ളൂ. 272 പിള്ളേരുണ്ട്. അവർക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ നന്നാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, നിങ്ങൾ 10 കൊല്ലം കഴിയുമ്പോഴാണ് ഇവരുടെ റിസൾട്ട് അറിയാം. 12ാം ക്ലാസ് എത്തുമ്പോഴേ റിസൾട്ട് അറിയുള്ളൂ. പക്ഷെ ഗിവ് മീ 8th grade ചിൽഡ്രൻ, ഞാൻ അവരെന്താക്കി മാറ്റാം? ജെമ്മാക്കി മാറ്റിത്തരാന്നുണ്ട്. ഗ്യാരണ്ടി ഒന്നും. എന്ത് എത്ര ഉറപ്പ് വെച്ചു? 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം സ്റ്റുഡന്റ് ആയിട്ട് ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. I was thrown out of the school being the worst student in 8th grade in one of the schools. അതേ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട് എല്ലാവർക്കും അവാർഡ് കൊടുക്കാൻ. അപ്പൊ ഞാൻ മാറിയത് ഒരാളും പഠിപ്പിച്ചിട്ടല്ല, എന്റെ മാർഗം ഞാൻ തീരുമാനിച്ചെടുത്തതാണ്. അതുകൊണ്ട് എനിക്കറിയാം എന്താണ് കുട്ടികൾ പഠിക്കാനുള്ള മാർഗം. അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞാൻ ചെയ്തത്, ഞാൻ നവോദയ വിദ്യാലയത്തിൽ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അവരുടെ ട്രെയിനിങ് സെന്റർ ഗോവയിലാണ്. അവർക്ക് അവിടെ തന്നെ കൻകോണ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ തന്നെ സ്കൂളുണ്ട്. അവിടെയുള്ള കുട്ടികളൊക്കെ എന്ത് ഭാഷ സംസാരിക്കുക? കൊങ്കണി അല്ലെങ്കിൽ ഹിന്ദി, അല്ലേ? മലയാളം അറിയുന്ന ഒരു കുട്ടി പോലും അവിടെയില്ല. എന്റെ 45 ആൺകുട്ടികൾ 45 പെൺകുട്ടികൾ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് സ്കൂളിലുള്ള ഗവൺമെന്റ് സ്കൂളിൽ വരെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അവർക്ക് ഇംഗ്ലീഷ് ബുക്കൊക്കെ കംപ്ലീറ്റ് സ്പോൺസേഡ്. PNC വേണം.
ഐഡിയന്റെ കാശ് PNC മേനോനുണ്ട്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആദ്യം. ഇംഗ്ലീഷ് പഠിപ്പിക്കലല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇത്രേ വേണം. പിന്നെ എന്ത് ഇംഗ്ലീഷ് പറഞ്ഞോളൂ, തെറ്റൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ സംസാരിച്ച അങ്ങനെ ധൈര്യം മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. അപ്പൊ എന്ത് ചെയ്യും? ഗോവയിൽ കൊണ്ടുവന്നു. 90 കുട്ടികളിൽ 66 കുട്ടികള് ട്രെയിൻ കാണാത്ത ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവർക്കും വലിയ ത്രില്ലായി. ഞാൻ അവർക്കെല്ലാം ബുക്ക് ചെയ്തു. ഗോവയിൽ പോയി. കൺകോണയിലൊന്നും സ്റ്റോപ്പില്ല ട്രെയിൻ. പക്ഷെ അന്ന് എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ഞാൻ ട്രെയിൻ നിർത്തി അവരെയൊക്കെ ഇറക്കി അവിടെ കൊണ്ടുപോയി. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് അസലായിട്ട് ധൈര്യത്തോടുകൂടി പറയാൻ പറ്റും. ഫുൾ മിസ്റ്റേക്സ് ഉണ്ടായാലും. എന്താ ചെയ്തത്? ഗോവയിലൊക്കെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ബീച്ചില്, അല്ലേ? വെറും ഓൾജിബ്രയും ട്രിഗണോമെട്രിയും മാത്രം നടക്കുന്ന ആൾക്കാർ, അല്ലേ? ഫുൾ മാത്തമാറ്റിക്സ് ആണ്. എന്ത് ചെയ്തു? അവരോട് പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. പിള്ളേര് നമ്മുടെ നാട്ടിലെ പിള്ളേരല്ലേ. ഞാൻ പറഞ്ഞു 2 പേരോട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടടുത്തൊന്നും നോക്കില്ല, നീ പേടിക്കണ്ട. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാം, എന്ത് ചോദിക്കണം? മലയാളത്തിൽ എഴുതും. എന്താ ചോദിക്കേണ്ടത്? വേർ ആർ യു ഫ്രം, വാട്ട് ഈസ് യുവർ നെയിം, വെൻ ഡിഡ് യു കം. ഇതെല്ലാം മലയാളത്തിൽ എഴുതണം. മലയാളം മീഡിയം പിള്ളേരെയാണ് ട്രാൻസ്ഫർ ചെയ്ത് ഇംഗ്ലീഷിൽ എത്തിച്ചിട്ടേ ഉള്ളൂ. ഒന്നും അറിയില്ല 7ാം ക്ലാസ്സിലെ. അതും പാലക്കാടുള്ള ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരൊക്കെ പാരന്റ്സിനോട് ചോദിച്ചു നിങ്ങളുടെ മക്കൾ ആരാവുന്നു. അടുത്ത ഷോപ്പിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന ആള്. അതല്ലാതെ ഒരാൾക്കും ഒരു എംബിഷനുള്ള ഗവൺമെന്റ് ജോലി പോലും. ഒരു പയ്യൻ പോലീസാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സമാധാനമായി. ഒരാളെങ്കിലും ഉണ്ടല്ലോ പോലീസാണെന്ന് പറഞ്ഞു. പക്ഷെ മോനെ എനിക്ക് എന്തിനാ പോലീസാണ്ട്? ഇന്നലെ അച്ഛനെ അമ്മേനൊക്കെ പിടിച്ചോണ്ട് ഒരു വേറെ കേസിൽ. അല്ലാതെ ഒരു താല്പര്യമില്ല. അപ്പൊ അച്ഛനും അമ്മയും എന്തായാലും ഉപേക്ഷിച്ചു. മിക്കവാറും അച്ഛൻ ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ചിട്ടുണ്ട്. സിംഗിൾ പാരന്റ് ആണ്. നല്ലപോലെ കള്ളു കുടിക്കും, പ്രശ്നങ്ങളാണ്. ഇതൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു സയന്റിസ്റ്റ് എടുത്തിട്ട് അവരെ പൊക്കിയുണ്ട്. നിങ്ങൾ കാണണം. എന്റെ പ്രോഗ്രാമിന്റെ പേര് ഐക്കോൺ, ICON. അതിൽ ആദ്യം പിള്ളേരുടെ മുഖം നിങ്ങൾ കാണണം. എന്നിട്ട് 1 വർഷം എന്റെ കൂടെ നിന്നതിന് ശേഷം അവരുടെ മുഖം നിങ്ങൾ കാണണം. ഞാൻ വെറുതെ ബ്ലാ 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 പറയില്ല. ഓൺ ദ ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. PNC മേനോന്റെ ഭാര്യന്റെ പേര് ശോഭ എന്നാണ്. ഞാൻ പ്രയർ സോങ് ഞാൻ എഴുതി PNC മേനോനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട്. സർവശോഭയും സന്നിവേശിച്ചൊരു ഉദയമാവട്ടെ നമ്മൾ. ശോഭ 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 എന്ന് കുറെ എഴുതിണ്ടായിരുന്നു. 64 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഞാൻ ചെലവാക്കുന്ന കാശിനൊന്നും ചോദിക്കാൻ പാടില്ല. അന്നത്തെ ആദ്യത്തെ ഏറ്റവും നല്ല ഫിയറ്റിന്റെ കാർ എനിക്ക് തന്നത് അദ്ദേഹമാണ്, ഫ്രീ ആയിട്ട്. അന്ന് ഏറ്റവും നല്ല ഫോൺ എനിക്ക് അന്ന് തന്നത് അദ്ദേഹമാണ്. നല്ലോണം എന്നെ നോക്കി നിർത്തിയിരുന്നു. അറ്റൻഡൻസ് ഇല്ല, എപ്പോ വേണമെങ്കിലും താമസിക്കാം, 5 സ്റ്റാർ സ്റ്റൈലിൽ താമസിക്കാം, എല്ലാ ഫ്രീഡും ഉണ്ട്. പിള്ളേരെ അടിക്കാനും കട്ടിക്കുക, ഇട്ടിക്കാനും കിട്ടിക്കുക, എന്തുവേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ 45 പിള്ളേരും എൻ്റെ അടുത്ത് അടി കിട്ടിയിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ അടി മേടിച്ചിട്ടുണ്ട്. എന്നിട്ടും രണ്ടാമതും അതേ കുറ്റം ചെയ്യുമ്പോൾ ഞാൻ മക്കളോട് ചോദിക്കും, എന്തിനാ ഇതുവരെ അച്ഛന്റെ മടി കിടന്നിട്ടില്ല, മാഷിന്റെ മടി കിടക്കാൻ പറ്റുന്നുണ്ടല്ലോ മാഷെ എനിക്ക്. അത് അടി കിട്ടി കഴിയുമ്പോഴല്ലേ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം. ആ കരയുമ്പോൾ നമ്മൾ അറിയാണ്ട് പിടിച്ചിട്ട് മടി കിടക്കും മക്കളെ എന്ന് പറയല്ലോ. അത് കിട്ടാൻ വേണ്ടിയിട്ട് അടി മേടിച്ചിട്ടുള്ള പിള്ളേരുണ്ട്, അറിയാം. അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. ആ പിള്ളേരിൽ 37 പേര് എല്ലാത്തിനും A+ മേടിച്ചു. +10ലും 12ലും 2 പേര് PhD, 17 പേര് M.Tech, 6 പേർക്ക് വിപ്രോയില് ഉടനെ തന്നെ ജോലി കിട്ടി. ടീച്ചേഴ്സിന്റെ ജോലി 10 കൊല്ലം മുമ്പുള്ള കഥ. ഇപ്പോഴും ഉണ്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പഠിപ്പിച്ചത്? ഗോവയെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് എന്താ ചെയ്തത്? അന്നുകൊണ്ട് ഇതേ ക്യാമറ, എന്നിട്ട് റെക്കോർഡ് ചെയ്യും. ഇത് നിങ്ങൾ നോക്കണം, മൈക്കോൺ ഗോവയിൽ കാണാൻ. അവരെന്താ ചോദിക്കുക? ഇതേപോലെ ചോദിക്കും. എന്നിട്ട് അവിടെ ഈ ഗ്രൂപ്പില് കൊങ്കണി, ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള പിള്ളേരുണ്ട്. അവരെല്ലാരും കൂട്ടിയിട്ട് കണ്ണ് കെട്ടിയിട്ടുള്ള ഒരു എക്സർസൈസ്. ആ എക്സർസൈസ് തീരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കൂളിലാന്ന് വിചാരിക്കാം, നിങ്ങളുടെ സ്കൂളാണ്, നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡന്റ് കംപ്ലീറ്റ് കണ്ണു കെട്ടണം. പുറത്തുനിന്നുള്ളൊരു കുട്ടി ഇവിടെ വരുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ക്യാൻറ്റീനിലേക്ക് പോകണം. അപ്പൊ ക്യാൻറ്റീനിലേക്ക് പോകണം എന്നുള്ള വഴി ആർക്കേ അറിയുള്ളൂ? നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ. മറ്റേ കുട്ടി എങ്ങനെ നിങ്ങൾക്ക് പറയാ? ആ കുട്ടി കാണും, ഞാൻ ഇവിടെ കാണുന്ന ഓഫീസാണ്. ദെൻ ടേൺ ലെഫ്റ്റ് എന്ന് പറയണ്ടേ, കാരണം വേറെ വാക്കറിയില്ലല്ലോ. ടേൺ ലെഫ്റ്റ്. ദെൻ ആർ യു ഗെറ്റിംഗ് ദ സ്റ്റെപ്സ്? യെസ്, ഐ എം ഗെറ്റിംഗ് ഡൗൺ ദ സ്റ്റെപ്സ്. ഓൺ ദ ലെഫ്റ്റ് സൈഡ് വാട്ട് യു സീ ഈസ് ക്യാൻറ്റീൻ. പറയണോ വേണ്ടയോ? അപ്പൊ ഈ ഇംഗ്ലീഷ് പഠിച്ചോ? 2 ദിവസം കണ്ണടച്ച് നിങ്ങൾ അങ്ങനെ തൂക്കി നടന്നാൽ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തെ ഭാഷ പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു എക്സർസൈസും ബീച്ചിലെ എക്സർസൈസും രണ്ടും കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയണം. അപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയും, വിച്ച് കൺട്രി യു ആർ ഫ്രം? ചെക്കോസ്ലോവാക്യ. അടുത്ത സെന്റൻസ്, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ചെക്കോസ്ലോവാക്യ. അപ്പൊ അത് എഴുതി വെക്കും. വേണ്ടേ?
വാട്ട് ഈസ് യുവർ നെയിം? എലിസബത്ത്. സ്പെല്ലിംഗ് പ്ലീസ്. എഴുതാൻ അറിയില്ല. എന്നിട്ട് എഴുതിയിട്ട് വേണം വൈകുന്നേരം വന്ന് പ്രസന്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ഞങ്ങൾ പ്രൊജക്ടറിലിടും. അന്ന് ആ സ്കൂളിന്റെ ഒരു വാള് കംപ്ലീറ്റ് ഞങ്ങൾ പെയിന്റ് ചെയ്തിട്ട് പ്രൊജക്ടർ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കാണും എന്റെ പിള്ളേർ ചെയ്തു. എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പണി ചെയ്തിട്ടുണ്ട് ഓൺ ദ ഗ്രൗണ്ട്. പിള്ളേരെ നന്നാക്കിയിട്ടുണ്ട് ശരിക്കും. 45 പിള്ളേര്. ഞാൻ തുടങ്ങിയ ക്ലാസ് എപ്പോഴാണെന്നറിയോ? ബന്ധുള്ള ദിവസം. അപ്പൊ പാരന്റ്സ് വിളിച്ചു തുടങ്ങി, ഇന്ന് ബന്ധല്ലേ വരണോ? ഞാൻ പറഞ്ഞു ബന്ധാണ്, സ്ഥിരമായിട്ട് ബന്ധായിരിക്കും. സ്ഥിരമായിട്ട് ബന്ധം വേണമെങ്കിൽ വന്നോളാൻ പറഞ്ഞു. ഒരു പയ്യൻ 2 പയ്യന്മാരെ കണ്ട് വന്നില്ല. അവരുടെ വീട്ടിൽ പോയി നോക്കുമ്പോ നല്ല പനി. പക്ഷെ അറിയാം പനിയായതുകൊണ്ട് വിടാത്തോണ്ട് വരാണ്ടിരുന്നത്. നടന്നു വന്നിട്ടുണ്ട്, 25 കിലോമീറ്റർ നടന്നു വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലേക്ക്. എത്ര കൊല്ലം? 2010. നമുക്ക് ചെയ്യാൻ പറ്റും വേണമെന്ന് വിചാരിച്ചാൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം. പക്ഷെ വാ തുറക്കണം, പല്ല് വെച്ചിട്ടൊക്കെ വരണം, നാവൊക്കെ അടിച്ചിട്ട്. നാറ്റൊന്നും ഇല്ലാണ്ടിരുന്നാണ് കുഴപ്പമൊന്നുമില്ല. വാ തുറക്കരുത് കേട്ടോ. നല്ല സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. ആദ്യം വേണ്ടത് ഞാൻ പഠിക്കാൻ തയ്യാറാണെന്നുള്ള ബോധമാണ്. ആറ്റിറ്റ്യൂഡ് ഉണ്ടോ സ്കിൽ ഉണ്ടാക്കാം. ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ കൂടെയുള്ള മോള് അസലായിട്ട് മലയാളം പാട്ട് പാടും. എല്ലാ സിനിമയും കാണും. മനസ്സിലാണ്ടോ? നിർമാല്യം കണ്ടു ഇന്നലെ നമ്മള്. രണ്ടാമത് ഇത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഞാനൊക്കെ. ഓരോ പ്രാവശ്യം നമ്മൾ സിനിമ കാണുക, ഇതൊക്കെയാണ് പഠിക്കാനുള്ള മാർഗം. ഇംഗ്ലീഷ് സിനിമകൾ കാണും. അങ്ങനെ കാണുന്ന സമയത്ത് അവർ അതുകൊണ്ട് എന്റെ കുട്ടികളെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് സിനിമ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും? 5 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പറയും യു കം ഹിയർ, യു കം ഹിയർ, യു കം ഹിയർ, ലാസ്റ്റ് സീൻ ആക്ട് ചെയ്യാൻ പറയും. ആക്ട് ചെയ്യണം. എല്ലാ പിള്ളേരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കും, ഡാൻസ് ചെയ്യിപ്പിക്കും, എല്ലാ പണിയും ചെയ്യിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും ഇവര്? നിങ്ങൾ കാണണം, യൂട്യൂബിലുണ്ട്. ഞാൻ അവരെ പിന്നെ സയൻസ് ഇതിൽ പോയ സമയത്ത് അവരെന്ത് ചെയ്യും? ഓരോ സംഭവം എഴുതിയെടുക്കുക. കാരണം എന്താ? തിരിച്ചു വന്നാൽ ഞാൻ ചോദിക്കുവേ, നിങ്ങൾ എത്ര പിള്ളേർ ഏതെങ്കിലും സംഭവങ്ങൾക്ക് പോയി എഴുതി നോട്ട് എഴുതിയെടുക്കും? നിർബന്ധപൂർവ്വം ഞാൻ എഴുതാൻ പറയും. അങ്ങനെ എഴുതി 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 ശീലാവും. കുറച്ച് മെനക്കെടണം. ആ മെനക്കെട്ടാ അതിന്റെ ഗുണം എപ്പോഴും ഉണ്ടാവും. സോ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ്, നിങ്ങളിവിടെ വരണം, വന്ന് സംസാരിക്കണം. നിങ്ങളൊക്കെ പിള്ളേർ ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് എല്ലാ പിള്ളേരും ഞാനിവിടെ വിളിച്ചിരുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 2 മണിക്കൂർ തന്നെ പണിയല്ല ടീച്ചേഴ്സ് ട്രെയിനിങ്. ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ടപ്പ് നോക്കി തരാം. ജീവനുണ്ടോ? നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റും. ആ ജീവൻ ഉണ്ടാവണം. ആദ്യത വേണ്ടത്. ശരീരമാദ്യം ഒരു ധർമ്മസാധനം അത്യാവശ്യമായിട്ട് വേണം. വേഗം ഇത് കഴിഞ്ഞ് ചെറിയൊരു പണിയും കൂടി നമുക്ക്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഇളക്കൂല്ല. നിർത്താം. രക്ഷപ്പെട്ടു. നിങ്ങൾക്കുള്ള എന്ത് പ്രശ്നങ്ങളും ചോദിക്കും. എന്ത് പ്രശ്നങ്ങളും ചോദിക്കും. നാളെ മറ്റന്നാളെ കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇല്ല വല്ല തിരക്കാല. നിങ്ങൾക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല. ഉണ്ടോ? ഭഗവത്ഗീത, ഭാരതീയ ശാസ്ത്രങ്ങള് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം അടുത്ത 3 ദിവസം. നിങ്ങൾ അറിഞ്ഞോ അങ്ങനെ സംഭവം ഉണ്ടെന്ന്? എന്തായാലും പ്ലാൻ ചെയ്തിട്ടില്ല വരാൻ. ഇല്ല അല്ലെ? എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവം അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഭഗവത്ഗീത ഒറ്റ ശ്ലോകത്തിൽ പഠിപ്പിച്ചു കൊടുക്കും? 2 ശ്ലോകത്തിൽ കണ്ടിട്ടുണ്ടോ ഡോക്ടർ TPS ഭഗവത്ഗീത? നിങ്ങൾ എന്ത് വർഗങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്? കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല നിങ്ങൾ പറഞ്ഞൂടെ? അതിനിപ്പോ വല്ല കൊലപാതകം കാണാം. കണ്ടില്ല? അസലായി. അങ്ങനെ വേണ്ട. ഇവിടെ വരുന്ന ഒരാള് ഭഗവത്ഗീത പഠിപ്പിക്കേണ്ടതൊക്കെ നോട്ടീസ് അടിച്ചിട്ട് പോലും അയാൾ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണ്ടേ? അതുപോലും ഇല്ല. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ എന്റെ ഭഗവത്ഗീത കേൾക്കുന്നവർ, കാത്തിരിക്കുന്നവരുണ്ട്. എപ്പോഴാ ഇത് വരും അടുത്ത ക്ലാസ്? അങ്ങനെയാണ് ഇവിടെ ഇടുക്കിന്നൊക്കെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇടുക്കിന്ന് വന്ന് ഫുൾ ടൈം ക്ലാസ് കഴിഞ്ഞ 2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇന്ന് അറ്റൻഡ് ചെയ്തു ഉച്ചവരെ. എന്നിട്ട് ഇന്ന് പോയിട്ട് നാളെ കാലത്ത് വരും അദ്ദേഹം. കോഴിക്കോട് നിന്ന് വന്നു, കോട്ടയത്ത് നിന്ന് വന്നു, പത്തനംതിട്ട നിന്ന് വന്നു. പള്ളിക്കത്തോടുകാർക്ക് ഒരാവശ്യമില്ല. കടങ്ങൂർ അല്ലെ? എന്താണ്? വാഴൂര്, കടങ്ങൂര്. വേഗം
ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു സമാധാനത്തിന്. ഇനിയെങ്കിലും നോക്കാം, നോക്കിയിട്ട് യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കമന്റ് ഇടുക. ഐ ആം ഫ്രം AVM കോട്ടയം. അത് നാണക്കാടല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന നാണക്കാടാണോ? അങ്ങനെയാണ് ഇടരുത്, അല്ലെങ്കിൽ അത് ഇടുക. അപ്പൊ നമുക്ക് ഓർമ്മ വരും, ഓ ഇന്ന ആള് വന്നിട്ടുണ്ട്, ഇന്നടത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യാം. ഏതെങ്കിലും ഒരു സംഭവം പഠിക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അതിന് കമന്റ് ഇട്ട് കൊടുക്കുക. ആ കമന്റ് ഇടുന്ന സമയത്തേക്ക് നമുക്ക് മനസ്സിലാവും, യെസ് ഇറ്റ് വർത്ത് സീയിങ്, ഇത് കൊള്ളാം എന്നുള്ളത് നമുക്കൊരു ബോധം ഉണ്ടാവും. ആ ബോധം ഉണ്ടാവുന്ന സമയത്താണ് അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് എഴുതാം എന്ന് തോന്നും. അങ്ങനെ വാക്ക് എഴുതുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒരു കമന്റ് എഴുതാൻ പറ്റണം. കമന്റ് എഴുതുമ്പോഴേ നിങ്ങളത് കേട്ടു മനസ്സിലാക്കി എന്ന് എനിക്ക് മനസ്സിലാവൂ. അപ്പൊ കാണുന്ന ആൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കമന്റ് ഇടാൻ പറ്റണം. അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്, റൈറ്റ് എ കമന്റ്. ആ കമന്റ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നാവും. എങ്ങനെയാവണം കമന്റ്? ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ നന്നായിരുന്നു, നോ, അത് കമന്റ് അല്ല. അതിൽ എന്താണ് നന്നായത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായത്, എന്താണ് ഇഷ്ടമല്ലാത്തത്, അത് എഴുതാൻ പറ്റുമ്പോഴാണ് ആ കമന്റ് പർപ്പസ്ഫുൾ ആവുക. ഓക്കെ, ഇപ്പൊ ഇന്ന ഭാഗം ഞാൻ പഠിച്ചു എന്നൊക്കെ പറയാം, അതാണ് വേണ്ടത്. ഗുഡ് ഇനഫ്. അപ്പൊ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് റെസ്പോൺസ് ഉണ്ടെന്ന്. ആ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഉള്ളപ്പോഴാണ് എന്തുണ്ടാവുക, റെസ്പോൺസ് ഉണ്ടാവുക. റെസ്പോൺസിബിൾ ആണെന്നാണ്. ആർ യു റെസ്പോൺസിബിൾ ഈസ് മൈ ക്വസ്റ്റ്യൻ. യു ഷുഡ് ഹാവ് റെസ്പോൺസ്, ദെൻ യു ആർ റെസ്പോൺസിബിൾ. ഓക്കെ, ഉണ്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരെ മൈൻഡിൽ ടെൻസ്ഡ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിൽ നമുക്ക് എങ്ങനെ, ഈ ഒരു ഗ്ലാസ് വീട്ടിലുണ്ടാവും, ഗ്ലാസ് താഴെ വീണാൽ പൊട്ടും ഇല്ലേ? അത് നിങ്ങളുടെ മക്കളാ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഉടനെ? ഇതാരെവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കോ ഇല്ലയോ? ചോദിക്കോ? ഇല്ല. ഇതാരാ തട്ടിയിട്ടതെന്ന് ചോദിക്കും. ഇനി അതേ സമയത്ത് നിങ്ങളാണ് തട്ടിയിട്ടതെന്ന് വിചാരിക്കും. അപ്പൊ ഇതാരവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കില്ലേ? ഇനി അത് നിങ്ങളുടെ മകളുടെ മാരേജ് ദിവസമാണ് മകൾ തട്ടിയിട്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ചോദിക്കുമോ? സാരില്ലേ മോളെ, ഇത് പണ്ട് അമ്മയുടെ മാരേജ് സമയത്ത് 25 കൊല്ലം മുമ്പ് കിട്ടിയ സാധനം എപ്പോഴാ പൊട്ടാന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ പൊട്ടി ഒരു കുഴപ്പമില്ലെന്ന് പറയും, പറയുമല്ലോ. അപ്പൊ നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ പരിഭവം, സങ്കടം, വിഷമം എന്നൊക്കെ പറയുന്നത് വേർ, വെൻ, വൈ, ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നനുസരിച്ചിട്ടാണ്. ആണോ അല്ലയോ? വേർ, വെൻ, വൈ, ഹൗ ഇറ്റ് ഹാപ്പൻഡ് അല്ലേ? അപ്പൊ അത് നമ്മൾ അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇതിപ്പോ പോയി എന്നിപ്പം അണ്ടർസ്റ്റുഡ്. പൊട്ടിയാ പൊട്ടി, അതിനിപ്പോ എന്താ പ്രശ്നം? ഇത് പൊട്ടിയെന്ന് വിചാരിക്കും, നത്തിങ് റോങ്. കാരണം ഇത് 1, 2 മാസം 3 മാസം മുമ്പ് മേടിച്ചാണ്, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതേ സാധനം പുതിയത് വരും. പിന്നെ ഇതൊന്നും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല, ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതെന്റെ മോന്റെ പഴയ ഫോണാണ്, അവനിവിടെ ഉപേക്ഷിച്ച് പോയ സാധനം. ഒന്നും നമ്മൾ മേടിക്കുന്നതല്ലല്ലോ, ഒന്നും നമ്മുടേതായിട്ട് ഒന്നും ഇല്ലല്ലോ ലോകത്ത്. ഞാൻ ആകെ ഭയപ്പെടേണ്ടത് എന്താണ്? എൻ്റെ ജീവൻ പോകുമ്പോൾ മാത്രമാണ്. അപ്പൊ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം 4 പ്രാവശ്യം ഞാൻ ചത്തിട്ടുണ്ട്. 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനും ചേച്ചിയും മരിച്ച സമയത്ത് ഞാൻ രക്ഷപ്പെട്ട ആളാണ്. അതിനപ്പുറം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ പ്രശ്നം വലുതായി തോന്നുന്നത്. ഞാൻ വലിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഓട്ടോറിക്ഷയിൽ പോകുന്നത് ഡ്രൈവർ ഓൺ ദ സ്പോട്ട് 4 പ്രാവശ്യം മറിഞ്ഞ് ഓൺ ദ സ്പോട്ട് മരിച്ച് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫോൺ വീഴുന്നതാണോ പ്രശ്നം? ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ. വലിയ മരത്തിന്റെ മുകളിൽ ടപ്പ് എന്ന് പറഞ്ഞു വീണിട്ടുണ്ട്. ഞാൻ എല്ലാ മരവും കയറുന്ന ആളാണ്, എന്നിട്ടും വലിഞ്ഞു കയറും. പിന്നെ ഞാനും ചേട്ടനൊക്കെ, ഇതിനകത്തൊരു കവിതയുണ്ട് ആക്സിഡന്റിനെ കുറിച്ച്. ഞാനും ചേട്ടനും മക്കളൊക്കെ കൂടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കാർ ഇടിച്ചിട്ട് ഒന്നും പറ്റിയിട്ടില്ല ആർക്കും. വലിയ ഭാഗ്യമല്ലേ ഇതൊക്കെ അല്ലേ? എന്നിട്ടും ഞാൻ എൻ്റെ മലയുടെ പ്രദേശമൊക്കെ ഞാൻ ജീപ്പ് ഓടിക്കുന്ന സമയത്ത് 4 വീലിന് വരെ 3 വീലിൽ ഓടിക്കും. ഇങ്ങനെ കറക്കി ഓടിക്കും. ഒക്കെ ജീവിതത്തിന്റെ ത്രില്ലല്ലേ? പ്രശ്നങ്ങൾ വാട്ട് ഈസ് ദാറ്റ്? അതുകൊണ്ട് ഒരു കാര്യത്തിലും ഭയമോ ഒരു കാര്യത്തിലും വേവലാതിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അല്ലെങ്കിൽ 100 ആളുടെ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. 3 പ്രാവശ്യം വിളിച്ചു. ഇപ്പൊ എൻ്റെ ഇതിന് എനിക്കൊരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കേൾക്കില്ല.
ഇപ്പൊ വന്ന് നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ വേവല ഏതോ വീട് വെച്ചിട്ടുണ്ട്, അല്ല അത് അടിച്ചു പൊളിക്കാൻ ആരോ പറഞ്ഞു, അവിടെ ഏതോ ഒരു വിവാഹം വരുന്നുണ്ട്, എന്നാലും പ്രശ്നങ്ങൾ. ഓക്കെ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ അവരെ വിളിക്കണം. കാരണം വെച്ചാൽ അവരുടെ മാരേജ്, കുട്ടികളുടെ മാരേജ് എന്തോ നടക്കണം. അതിന് മുമ്പ് അവരുടെ വീട് പൊളിക്കണമെന്ന് ആരോ പറഞ്ഞു. ഞാൻ ഒന്ന് പൊളിക്കണ്ട, വാസ്തു നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ആഗമശാസ്ത്രം, ക്ഷേത്രം പണിയുന്ന മെത്തേഡ് അറിയുന്ന ആളാണ്. അമേരിക്കയിൽ പോയത് ക്ഷേത്രം പണിയാണ്. അവിടെയാണ് ഭഗവത്ഗീത ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത്. ഭയം പോണാ പോകട്ടും, പോണാൽ പോകട്ടും. കേട്ടിട്ടില്ലേ പാട്ട്? പാലും പഴവും എന്ന് പറഞ്ഞിട്ടൊരു പഴയ സിനിമയുണ്ട്. പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട്, ശിവാജി ഗണേശൻ. പ്രേം നസീറും ശിവാജി ഗണേശനും ബ്രദേഴ്സാണ്. കണ്ടിട്ടുണ്ട് ആ സിനിമ? ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് കാണും മക്കളെ, സിനിമയെങ്കിലും കാണും. പാലും പഴവും, അതതിനകത്താ. നിങ്ങൾ അറിയോ ആ പാട്ട്? ആ പാട്ടേ കേട്ടിട്ടുള്ളൂ. പിന്നെ ഇന്നസെന്റിന്റെ പാട്ടായിട്ട്. ഞാൻ ഇന്നസെന്റ് ഞാനും അടുത്തടുത്താ വീട്. ഞാൻ ഇരിങ്ങാലക്കുട എൻ്റെ വൈഫിന്റെ വീട്. അപ്പൊ ഇന്നസെന്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളായിരുന്നു. ഇന്നസെന്റിന്റെ മക്കളൊക്കെ പഠിച്ച സ്കൂളിൽ പിന്നെ ഹെഡ് മാഷായിരുന്നു എൻ്റെ വൈഫിന്റെ അച്ഛൻ, AU ആയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ എനിക്കൊരു വീടുണ്ട്, അവിടെയും ക്യാമ്പുകൾ നടത്തും. അതിന്റെ അപ്സ്റ്റെയറിൽ കുറെ കുട്ടികൾക്ക് പിന്നെ ക്യാമ്പൊക്കെ നടത്താനുള്ള മാർക്കുള്ള സ്ഥലമാണ്. പോടാൽ പറയും നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ട്, ഇങ്ങനൊന്നും പോരാ അയാളെന്ന് തോന്നുകയെന്ന് വിചാരിക്കുക. പതുക്കെ 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 ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ഫുൾ ഹാപ്പി ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ ഹസ്ബൻഡിന് 100-ൽ എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും? നല്ല തമാശയുള്ള പണി ഞാൻ പറഞ്ഞുതരാം. ആദ്യം എഴുത, ഹസ്ബൻഡിന് എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും? എഴുത്, ഹസ്ബൻഡ് 100-ൽ എത്ര മാർക്ക്. ഓക്കെ, നിങ്ങൾക്ക് അയാൾ എത്ര മാർക്ക് തരുന്ന ഒരു ഗസ് ചെയ്യാലോ? ചെയ്യില്ലേ? ഗസ് ചെയ്യാൻ പറ്റില്ലേ? ആ ഗസ് ചെയ്ത് എഴുതാം. എന്നിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനോട് പറയാം എനിക്ക് എത്ര മാർക്ക്. ഓക്കെ, എന്നിട്ട് അവരോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് തരുന്നതാണ് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് മാച്ച് ചെയ്ത്. മനസ്സിലാവുണ്ടോ? ഇങ്ങനൊന്നും പോരാന്ന് ഇപ്പൊ തോന്നില്ലേ? ഇനി അത് കൂട്ടണമെന്ന് വിചാരിക്കും. പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അയാൾ ചേഞ്ച് ആവുന്നില്ല എന്ന് വിചാരിക്കും. എന്ത് ചെയ്യാ? ചേഞ്ച് ഹിം. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഭാരതീയ സിദ്ധാന്തം, ഞാൻ നമ്പ്യാരാണ്, നമ്പ്യാർ നായർ കമ്മ്യൂണിറ്റിയിലൊക്കെ ആണല്ലോ. വലിയ കുടുംബ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്. എന്ത് പാരമ്പര്യം? പണ്ട് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ കയറി കിടന്നിട്ട് മക്കളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നതാണ് നായർ പാരമ്പര്യം. ഇപ്പോഴൊക്കെയല്ലേ ഈ കുടുംബമൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ സോഷ്യൽ ഒരു സിസ്റ്റമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കുറെ നമ്മൾ കൂടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ജീവിച്ച് കുറെ കാശുണ്ടാക്കി നിങ്ങൾ മക്കളെയൊക്കെ വലുതാക്കി അവർക്ക് മനസ്സമാധാനം ഇല്ലാണ്ടിരുന്ന പിന്നെ എന്ത് കാര്യം? നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലാണ്ടിരുന്ന എന്ത് കാര്യം? ആദ്യം വേണ്ടത് ഹാപ്പിനെസ്. LIFE. എൻ്റെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെ LIFE എന്നാണ്, ലൈഫ് എന്നാണ്. ഇതാണ് എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ. ആദ്യമായിട്ട് എഴുതി ഓർക്കുട്ടിൽ എഴുതിയ. ഇപ്പൊ അതിന്റെ സെക്കൻഡ് വെർഷൻ ഇന്ന് പ്രിന്റിൽ പോയി. അവിടെ ഇരുന്ന് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് പ്രിന്റിൽ പോയി, ആമസോണിൽ പബ്ലിഷ്ഡ് ആണ് അടുത്ത വെർഷൻ. കുറച്ചും കൂടി ഈ ആൽഫ ജനറേഷൻ ആവശ്യമുള്ള തരത്തിലായി. ഇത് അത് ആ ജനറേഷൻ അല്ല, ഇത് ഓർക്കുട്ട് ജനറേഷനാണ്. ഓക്കെ, ആരാ സൈക്കോളജി ചോദിച്ചാണ്? ഹലോ, ഇതൊരു റാൻഡം പേജ് നോക്കട്ടെ. ഇയാളും അല്ല കുനിഷ്ഠ ബുദ്ധിയുള്ള ആളാണോ? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഞാൻ ഇപ്പൊ പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ കാര്യമാണോ അല്ലയോ? അല്ലേ? ഓപ്പൺ ദ ഹാർട്ട് ആൻഡ് ദെൻ ഓപ്പൺ യുവർ ഡോർ ഫോർ ദ ഹാർട്ട്, ദെൻ റിതം ഓഫ് മാരേജ്. ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെയാണോ ഈ ചാപ്റ്റർ? അതാണ് ഈ ബുക്കിന്റെ മാജിക്. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് വരും. അടുത്ത കാലത്ത് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഇതേപോലെ കോസ്മോളജിയെ കുറിച്ച് എങ്ങാണ്ട് ഫിസിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയതാണ്. ഒരു കുട്ടി എന്തോ പറഞ്ഞ സമയത്ത് അസ്ട്രോളജി പറഞ്ഞപ്പോൾ അസ്ട്രോണമി ആയിട്ടുള്ള എന്തോ ഒരു ഉടനെ വന്നിട്ട് എനിക്ക് അവിടെ എടുക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞു തീരട്ടെ, എന്നിട്ട് തുറന്നാൽ മതി. എന്നിട്ട് ബുക്ക് തുറന്നു, അതേ സംഭവം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. ഹൗ വാസ് ഇറ്റ് പോസിബിൾ? ഒരു മുസ്ലിം കുട്ടിയാണ്. കുഡ് നെവർ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ലൈഫ്. എന്താണോ ചോദിച്ചത് അതേ ചോദ്യം ആ കുട്ടിക്ക്. അണ്ടർസ്റ്റുഡ്? ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ
നമ്മളെന്താ സാധാരണ പറയല്ല, മാരേജ് ഹാപ്പൻസ് ഇൻ, ഇടിയും മിന്നലൊക്കെ അവിടുന്നാ വരുന്നത്. എൻ്റെ ഒരു കവിതയുണ്ട്, മാരേജ് ആൻഡ് മിസ് മാരേജ് എന്ന് പറഞ്ഞിട്ട്. ലെറ്റ് us be in two path, but 2 റോഡ് വേണോ 1 റോഡ് വേണോ എന്നൊക്കെ പറഞ്ഞു കുറേ കവിതകളുണ്ട് അത്തരം. ലൈഫ് ഓഫ് ലവ് എന്നുള്ള കവിത, ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, ടാറ്റ ബൈ ബൈ. എനിക്ക് തോന്നുന്നു ഷീ സെറ്റിംഗ് അപ്പ് ദ ഡ്രോൺ റെഡി ആണെന്ന് തോന്നുന്നു. യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ആണെങ്കിൽ യു ക്യാൻ ബി ഓൺ ദ ഗ്രൗണ്ട്, യു വിൽ ഓൾസോ കം ഫ്രം ദ ടോപ്പ്. ചലോ, ചെറിയൊരു എക്സർസൈസ് ചെയ്യാം അവിടെ പോയിട്ട് ചെയ്യാം.